നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മണ്ഡലപൂജ കഴിഞ്ഞിട്ട് ശബരിമല സന്നിധാനം വീണ്ടും മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുന്ന ദിവസമാണ്. നിരവധി വാർത്തകൾ ഇന്നുണ്ട്. നമുക്ക് ആ വാർത്തകളിലേക്കൊക്കെ പോകാം. ഞാൻ MK വിനോദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഉമാ തോമസ് തീവ്രപരിചരണ വിഭാഗത്തിൽ MLA വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ 10:30 പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും. കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചയിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാൻ ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ സംസ്കാരം ഇന്ന്. വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ നാട്ടുകാർ. വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ചെയ്യണമെന്ന് BJP. MLAയുടെ ഓഫീസിലേക്ക് ഇന്ന് CPM DYFI മാർച്ച്. നിർണായക ദൗത്യവുമായി വീണ്ടും ISRO. ഉപഗ്രഹങ്ങളുടെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന സ്പാഡെക്സ് വിക്ഷേപണം ഇന്ന് രാത്രി 9:58. PSLV C-60 ദൗത്യത്തിനൊപ്പം 24 ചെറുപരീക്ഷണങ്ങളും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 4-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി തിരുനട തുറക്കും. ഉച്ചയോടെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റിവിടും. മകരവിളക്ക് മഹോത്സവം ജനുവരി 14-ന്. അമേരിക്കൻ മുൻ പ്രസിഡന്റും നൊബേൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. അന്ത്യം 100-ാം വയസ്സിൽ ചികിത്സയിലിരിക്കെ. അനുശോചിച്ച് ലോക നേതാക്കൾ. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യക്ക് 340 റൺസ് വിജയലക്ഷ്യം. ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ് നേട്ടം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സന്നിധാനത്തെ വാർത്തകൾ കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ പുത്തൻപുലരി ആരംഭിക്കാം. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 4-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. ശരണമന്ത്രമുഖരിതമായ സന്നിധാനം ഇന്നു മുതൽ മകരവിളക്ക് തീർത്ഥാടനത്തിലേക്ക്. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ ഭഗവാനെ കൺകുളിർക്കെ കാണുന്നതിനും മകരജ്യോതി ദർശിക്കുന്നതിനും ഇനി ഭക്തരുടെ കാത്തിരിപ്പിന്റെ നാളുകൾ. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി വൈകിട്ട് 4 മണിക്ക് ശ്രീകോവിൽ നട തുറന്ന് ദീപം തെളിയിക്കും. തുടർന്ന് തിരുമുറ്റത്തെ ആഴിയിൽ അഗ്നി പകരും. ഇതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടാം. ജനുവരി 12-ന് ഉച്ചയ്ക്ക് ശേഷം പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മകരസംക്രമ പൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള
തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെടും. മകരസംക്രമ നാളായ ജനുവരി 14 വൈകിട്ട് 6 മണിയോടെ തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് തിരുവാഭരണ പേടകം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതോടെ മകരസംക്രമ പൂജകൾ പൂർത്തിയാകും. അതേസമയം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 7 കൗണ്ടറുകളാണുള്ളത്. അവ 10 ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടർ തുറക്കും. ജനം, പത്തനംതിട്ട. സന്നിധാനത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠം ചേരുകയാണ്. അഖിൽ, നമുക്കറിയാം മണ്ഡലപൂജ കഴിഞ്ഞ് ശബരിമല നട അടച്ചു. അതിനുശേഷം മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ഇന്ന് വീണ്ടും നട തുറക്കുകയാണ്. വൈകിട്ട് 4 തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അഖിൽ, എത്രത്തോളമാണ് അവിടെയുള്ള ഒരുക്കങ്ങൾ? മറ്റ് വിവരങ്ങളും വിശേഷങ്ങളും കൂടി. വിനോദ്, ദേവിക, സ്വാമി ശരണം. 41 ദിവസത്തെ മണ്ഡലകാലത്തിൻ്റെ പര്യവസാനത്തിനു ശേഷം ഇന്ന് മകരവിളക്കിന് വേണ്ടി ശബരിമല സന്നിധാനം നട തുറക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് 18-ാം പടിക്കു താഴെയാണ്. എല്ലാം നിശ്ചലമാണ്. ഇവിടെ സമാധാനമായി നിൽക്കുന്ന സന്നിധാനത്തെ കാണാം. ശരണം വിളികളില്ല. പോലീസ് അയ്യപ്പന്മാർ വേഗം കയറിവ എന്ന് പറയുന്ന 18-ാം പടി സമാധാനത്തോടെ ഇരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിനേക്കായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി വൈകുന്നേരം 4 മണിക്ക് നട തുറക്കുന്നുണ്ടാകും. അതിനുശേഷം നട തുറന്ന് ശ്രീകോവിലിൽ വിളക്ക് വച്ചതിനു ശേഷമായിരിക്കും 18-ാം പടി ഇറങ്ങി വന്ന് മേൽശാന്തിയുടെയും കീഴ്ശാന്തിയുടെയും നേതൃത്വത്തിൽ ആഴിയിൽ ദീപം തെളിയിക്കുക. അതിനുശേഷമായിരിക്കും അയ്യപ്പ ഭക്തരെ 18-ാം പടി കടത്തി പൊന്നമ്പലവാസനായ ശ്രീശബരീശനെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പൂർണ്ണമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നിധാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ളവയിലുള്ള വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം മുതൽ തന്നെ ഇന്ന് വൈകുന്നേരം 3 മണി മുതലായിരിക്കും അയ്യപ്പ ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ തന്നെ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനങ്ങൾ പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലുമെല്ലാം തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ സംവിധാനങ്ങൾക്ക് ഒരുക്കം കൂട്ടും. അത് എല്ലായിടത്തും ഉണ്ടായിരുന്ന കൗണ്ടറുകളുടെ എണ്ണത്തിൽ വർധനവും വരുത്തിയിട്ടുണ്ട്. പമ്പയിൽ 7 ആയിരുന്നത് 10 ഉയർത്തിയാണ് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നത്. കാരണം കഴിഞ്ഞ മണ്ഡലകാല മഹോത്സവ സമയത്തൊക്കെ തന്നെ ഏകദേശം 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് 22,000-ലേക്കും 25,000-ലേക്കും ഒക്കെ എത്തുന്ന കണക്കുകൾ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ശബരിമല സന്നിധാനം വൈകുന്നേരം 4 മണിക്ക് ഭഗവാന്റെ നട തുറക്കുന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും മകരജ്യോതിയിലേക്കുള്ള അല്ലെങ്കിൽ മകരസംക്രാന്തി പൂജയിലേക്കുള്ള 14 ദിവസത്തെ പൂജകളിലേക്ക് ശബരിമല സന്നിധാനം പോവുക. ദേവിക, വിനോദ്. ശരി, എന്തായാലും ഇനി എല്ലാവരും ശബരിമലയിലേക്ക് ഒന്ന് നോക്കുകയാണ്. കാരണം ഇനി മകരവിളക്ക് ഉത്സവം, മകരവിളക്ക് മഹോത്സവം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന കാലമാണ്. ഇനിയും സന്നിധാനത്തേക്ക് വലിയ നീണ്ട ഒഴുക്ക് തന്നെ ഉണ്ടാകും അയ്യപ്പന്മാരോട്. നമുക്ക് ഇന്നലെ എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയിലേക്ക് പോകണം. നമ്മുടെ തൃക്കാക്കര MLA വീണ് പരിക്കേറ്റ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ICUവിൽ തുടരുന്നു. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. ശ്വാസകോശത്തിനും വാരിയലിനും തലച്ചോറിനും പരിക്കുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പരിശോധിക്കുന്നത്. നൃത്തപരിപാടിയുടെ സംഘാടകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെപ്പറ്റി എല്ലാവർക്കും ആശങ്കയുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നു. 10:30 മെഡിക്കൽ ബുള്ളറ്റിനും വരുമെന്നാണല്ലോ അറിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് കിരൺ? വിനോദ്, ഇന്നലത്തെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസ് ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. 24 മണിക്കൂർ ഇവരുടെ നിരീക്ഷണം തുടരും എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നടക്കമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എത്തുകയും MLAയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ചില പരിക്കുകൾ, പ്രത്യേകിച്ച് തലയിലുണ്ട്, തലയോട്ടിക്ക് പരിക്കുണ്ട്, വാരിയൽ ഒടിഞ്ഞിട്ടുണ്ട്, ശ്വാസകോശത്തിനും പരിക്കേറ്റിട്ടുണ്ട്, മുഖത്തെ എല്ലിന് പൊട്ടലുകൾ
പരിക്കുകളുണ്ട്. ഇങ്ങനെ ഗുരുതരമായ ചില പരിക്കുകളുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്നലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൽ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് MLAക്ക് ബോധം ഇല്ലായിരുന്നു. മാത്രവുമല്ല തലയിൽ രക്തസ്രാവം, ആന്തരികമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകുന്ന സമയത്ത് തന്നെ ഈ രക്തസ്രാവം തടയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയകളൊന്നും തന്നെ ഇന്നലെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ പരിക്കുകളെല്ലാം തന്നെ ഗുരുതരമാണ്. അതുകൊണ്ട് തുടർന്നുള്ള നിരീക്ഷണമടക്കം ഉള്ള കാര്യങ്ങൾ തുടരേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും 24 മണിക്കൂറുള്ള നിരീക്ഷണം അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ 10:30 അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഡോക്ടർമാർ ഇന്ന് രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നത്. ഏതായാലും MLA അപകടനില തരണം ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ആരോഗ്യനിലയിൽ MLAയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു ഇന്നലെ ആശുപത്രി സന്ദർശിച്ച മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഇതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സംഘാടകർ, അതായത് ഇന്നലെ കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ ഈ പരിപാടി വേദിയിൽ വെച്ചായിരുന്നു MLAക്ക് ഈ അപകടം സംഭവിക്കുകയും പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ പരിപാടിക്ക് മതിയായ സുരക്ഷകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ വേദിക്ക് പ്രാഥമികമായിട്ട് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല വിനോദ്, നമുക്കറിയാം ഇങ്ങനെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കയറി പോകുന്നിടത്തൊരു കൃത്യമായ കൈവരി പോലും, ബലമുള്ള ഒരു കൈവരി പോലും ഉണ്ടായിരുന്നില്ല. എടുത്തു മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു കൈവരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉമാ തോമസ് അവിടേക്ക് കയറുന്ന സമയത്ത് കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചത് എന്ന് ഇന്നലെ നമുക്ക് മനസ്സിലായിരുന്നു. കിരൺ അവിടെ തുടരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. സംഘാടകർക്കെതിരെ മാത്രമല്ല, ഈ സ്റ്റേജ് ചെയ്തെടുത്ത കരാറുകാർക്കെതിരെയും ഇപ്പോൾ കേസ് എടുത്തൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നീക്കങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് അല്ലേ? ദേവിക, ഈ പ്രാഥമികമായിട്ടുള്ളൊരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇന്നലെ തന്നെ നടത്തിയ പരിശോധനകളിൽ ഇത്തരത്തിലുള്ള ഈ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നൃത്തപരിപാടിയുടെ സംഘാടകർ ഒപ്പം തന്നെ സ്റ്റേജിൻ്റെ കരാറുകാർ എതിരെ അടക്കമായിട്ട് ഇന്നലെ പോലീസ് കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയുടെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ, മുന്നൊരുക്കങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാഥമികമായിട്ടുമുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്റ്റേജ് 2 മീറ്ററിലധികം ഉയരമുള്ള സ്റ്റേജുകളാണെങ്കിൽ ഇതിൽ 1 മീറ്ററിലധികമുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നില്ല. ഈ സ്റ്റേജിൻ്റെ മുൻവശത്ത് റിബൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബാരിക്കേഡ് മാത്രമായിരുന്നു സ്ഥാപിച്ചിരുന്നത്. മാത്രവുമല്ല, നേരത്തെ ഈ സുരക്ഷാ ഏജൻസികളെ അറിയിച്ചിരുന്നത് ഈ സ്റ്റേഡിയത്തിലെ പുൽത്തകിടിയിൽ വെച്ചായിരിക്കും ഈ പരിപാടി നടക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ പിന്നീട് അത് വേദിയിലേക്ക് മാറ്റുന്ന, ഉയരം കൂടിയ വേദിയിലേക്ക് മാറ്റുന്ന ഒരു കാര്യം അത് സുരക്ഷാ ഏജൻസികളെ അറിയിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DGPക്ക് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഒരു കാര്യം, ഇതിന്റെ സംഘാടകർ ആരാണ്? എന്ത് പരിപാടിയായിരുന്നു? MLA ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണോ അതോ ആ പരിപാടിയിൽ അത് കാണുന്നതിന് വേണ്ടി എത്തിയതായിരുന്നോ? ഇതിന്റെ സംഘാടകർ ആരാണ്? എന്ത് പരിപാടിയായിരുന്നു? അത്തരം വിശദാംശങ്ങൾ കൂടി ഒന്ന് നൽകാമോ? വിനോദ്, ഈ പരിപാടി നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി നടത്തിയിരുന്ന ഒരു പരിപാടിയാണ്. 12,000-ഓളം നർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നൃത്ത പരിപാടി എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഈ പരിപാടിക്ക് വേണ്ടിയായിരുന്നു MLA അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നത്. ഈ പരിപാടിയിലേക്ക് വിശിഷ്ട വ്യക്തികളായിട്ട് മന്ത്രിമാരടക്കമുള്ള ആളുകളും എത്തിയിരുന്നു. ഈ സമയത്തായിരുന്നു ഈ സ്റ്റേജിൽ നിന്ന്, അതായത് ഈ VIP-കൾ ഇരുന്നിരുന്ന സ്റ്റേജിൻ്റെ വശത്ത് നിന്ന് ഇത്തരത്തിൽ MLA താഴേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നത്. ഈ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ വേദിയിലേക്ക് വരുന്ന സമയത്ത് MLA എഴുന്നേറ്റ് ഇവരെ അഭിവാദ്യം ചെയ്തതിന് ശേഷം ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഈ സ്റ്റേജിൻ്റെ
സ്റ്റേജിൻ്റെ മുൻവശത്തായിട്ട് അവിടെ മറ്റ് റിബണുകൾ ഒന്നും, അതായത് ബാരിക്കേഡ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, മറച്ച് വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. റിബൺ മാത്രമായിരുന്നു കെട്ടിയിരുന്നത്. ഇതിലേക്ക് MLA കയറി പിടിക്കുകയും പിന്നീട് തെന്നി കാലുവഴുതി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്റ്റേജിന് തന്നെ വലിയ രീതിയിലുള്ള ഉയരമുണ്ടായിരുന്നു, 15 അടിയോളം ഉയരമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രാഥമികമായിട്ടുള്ള ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ സ്റ്റേജിൻ്റെ നിർമ്മാണത്തിലടക്കം വലിയൊരു ക്രമക്കേട് നടന്നതായിട്ട് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഉള്ളത്. വിനോദ്, അതെ, അങ്ങനെ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കണ്ടതാണ്. 12,000 കുട്ടികളുമായി ദിവ്യ ഉണ്ണി പങ്കെടുക്കുന്ന ഒരു വലിയ നൃത്ത പരിപാടി, ഗിന്നസ് ലക്ഷ്യമിട്ട് ചെയ്ത പരിപാടിയാണ്. പക്ഷേ അവിടെ മതിയായ സുരക്ഷ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഇത്തരമൊരു അപകടം നടന്നതിന് ശേഷവും അവിടെ ആഘോഷപൂർവ്വമായി പരിപാടിയെല്ലാം തുടർന്നു എന്നുള്ള തരത്തിലെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്തകളും ദൃശ്യങ്ങളും എല്ലാം ഇപ്പോഴും വിവാദമായി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 10:30 പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തേക്ക് വരും. അതോടുകൂടി ഏതാണ്ട് ചിത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാട്ടാന ആക്രമണങ്ങൾ സ്ഥിരം വാർത്തയായി വരികയാണ്. നിരവധി ആളുകൾ അങ്ങനെ മരിക്കുന്നു. വന്യജീവികളുടെ ആക്രമണം. ഇടുക്കിയിൽ നിന്നാണ് ഒരു വാർത്ത വരുന്നത്. ഇടുക്കി മുള്ളരിങ്ങാട്ടുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അമർ ഇബ്രാഹിമിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമറിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 8:30 മുള്ളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടക്കും. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ തുടരുകയാണ്. അതിന് യാതൊരു അറുതിയുമില്ല. അതിന് ആവശ്യമായ നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതടക്കം ആളുകൾ വലിയ പ്രതിഷേധം, ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്നും അവിടെ ഹർത്താലാണ്. വീണ്ടും ഒരാൾ കൂടി മരിക്കുന്ന സാഹചര്യം. അവിടെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ന് അവിടെ ഹർത്താൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ സുബിൻ തോമസ്. സംബന്ധിച്ച് തുടർച്ചയായ കാട്ടാന ആക്രമണങ്ങളും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിഷ്ക്രിയത്വത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അമർ ഇബ്രാഹിം പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വീടിന് സമീപത്തെ തേക്ക് പ്ലാന്റേഷനിൽ പശുവിനെ അഴിക്കാൻ പോകുന്നതിനിടെ ഈ അമറിനെ കാട്ടാൻ ആക്രമിക്കുന്നതും ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതും ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അമറിന്റെ മൃതദേഹം ഈ മുള്ളരിങ്ങാടുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. 3:30 ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ 8:30 മുള്ളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിലിപ്പോൾ 7:00 അടുക്കുന്ന വീട്ടിലെ മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ നിലവിൽ ആരംഭിക്കുകയാണ്. മറ്റൊരു തന്നെ ഈ ഒരു കബറടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഈ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാളുകളും നൽകുന്ന വിവരം. അതേസമയം കൃത്യമായ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു അമർഷം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പ്രധാനമായും ഈ വനാതിർത്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുള്ളരിങ്ങാട് ഈ അമറിന്റെ വീട് ഇരിക്കുന്ന ആ ഒരു പ്രദേശം. ഏകദേശം 5ഓളം വീടുകളാണ് ഈ വനാതിർത്തിയോട് ഏറ്റവും ചേർന്നുള്ളത്. കൃത്യമായ ഒരു നിരീക്ഷണവും വനംവകുപ്പിന്റെ നിരീക്ഷണവും കൃത്യമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഇതിനു മുമ്പ് കാട്ടാനകൾ വരുന്നുവെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഒരു ആളുകൾക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ആനകൾ എത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇന്നത്തെ സാഹചര്യത്തിൽ അമർ ആനയുടെ മുന്നിൽ പെടുകയും ആന ഗുരുതരമായി തന്നെ ഈ അമറിനെ പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നിലവിൽ അമറിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും ലഭ്യമായിട്ടുണ്ട്. പൊടുന്നനെ ആനയുടെ മുന്നിലേക്ക് തന്നെ പെടുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഈ ആന വരുന്നത് കണ്ട് അമറിനെ ആക്രമിച്ച് ഇടുന്നത് കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും രക്ഷിക്കാനുള്ള ശ്രമം നടത്താൻ പോലും ഉണ്ടായെന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നതെന്നും അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും
ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായും ശരി, അത് തന്നെയാണ് കാരണം. എൽദോസിന്റെ മരണം അവിടെ സംഭവിച്ചപ്പോൾ പോലും അനുനയ നീക്കങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എല്ലാം ഉണ്ടായി എങ്കിൽ പോലും കൃത്യമായ നടപടി അവിടെ ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു ഉദാഹരണം തന്നെയാണ് ഇന്നലെ നടന്നൊരു മരണം കൂടി. എന്തായാലും അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ജനങ്ങളെല്ലാം പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ LDF-ന്റെയും UDF-ന്റെയും BJP-യുടെയും ഹർത്താൽ ഇന്ന് വണ്ണപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ പ്രേക്ഷകർ PRP കുറിപ്പടക്കമുള്ള പ്രേക്ഷകർ പറയുന്നത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളു സുരക്ഷ, പാവങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ജനകീയ പ്രതിഷേധം തുടരുകയാണ്. ഇന്നാണ് ആ യുവാവിൻ്റെ ശവസംസ്കാരം. ഇനി നമുക്ക് വഖഫിൻ്റെ വാർത്തകളിലേക്ക് വരണം. വഖഫ് അധിനിവേശം. മുനമ്പം സമരം തകർക്കാനുള്ള നീക്കങ്ങളുമായി CPM സമരസമിതിയിൽ ചേരിതിരിവുണ്ടാക്കിയും കള്ളപ്രചാരണങ്ങളുടെയും റിലേ നിരാഹാര സമരം നിർത്തിവയ്പ്പിക്കാനാണ് ശ്രമം. KN ഉണ്ണികൃഷ്ണൻ MLA-യുടെ നേതൃത്വത്തിലാണ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും സമരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും CPM-ന് കഴിയില്ലെന്നും സമരസമിതി നേതാവ് CG ജിൻസൺ വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം ഈ മുനമ്പം സമരത്തെ തകർക്കാനായി പ്രത്യേകിച്ച് ഇടത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ സമരസമിതിയും അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം സംഘടിച്ച് അവരുടെ കിടപ്പാടൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അവർക്ക് മറ്റൊരു മാർഗങ്ങളുമില്ല. അവർ കൃത്യമായി നിരാഹാരം കടന്നും. എന്തിന് ക്രിസ്മസ് ദിനത്തിൽ പോലും അവർ പട്ടിണി സമരം ആചരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? അതെ ദേവിക, ഈ മുനമ്പത്തെ തീരദേശ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന റിലേ നിരാഹാര സമരം നിലവിൽ 79-ാം ദിവസം പിന്നിടുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ CPM ഒരു നിലപാടില്ലായ്മയാണ് ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചത്. അതായത് മുനമ്പത്തെ ഭൂമി വഖഫ് ആണെങ്കിലും അല്ലെങ്കിലും എന്നുള്ള ഒരു നിലപാടില്ലായ്മ മന്ത്രി P രാജീവ് അടക്കം പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം CPM-ന്റെ നേതാക്കൾ ആരും തന്നെ ഇതുവരെ അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതപ്രീണനം തന്നെയാണ്. ഇക്കാര്യം തന്നെയാണ് സമരസമിതി നേതാക്കളും പ്രതികരിച്ചിട്ടുള്ളത്. CG ജിൻസൺ അടക്കമുള്ള സമരസമിതി നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുനമ്പത്തെ ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം CPM നടത്തുകയും പക്ഷേ അതിൽ തീരദേശ ജനത പങ്കെടുക്കാതിരിക്കുകയും ഉണ്ടായ ഒരു സാഹചര്യം വന്നത്. മാത്രവുമല്ല, നേരത്തെ UDF-ന്റെ നേതാക്കൾ, അതായത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീഷിനടക്കം ക്രിസ്മസ് ദിനത്തിൽ മുനമ്പം സന്ദർശിച്ചിരുന്നു. പക്ഷെ അതിനോടും ഒരു വിമുഖതയാണ് തീരദേശ ജനത കാണിച്ചത്. കാരണം ഇടത് വലത് മുന്നണികൾ യാതൊരു തരത്തിലും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുനമ്പത്തെ സമരസമിതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഒരു മതപ്രീണനം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവയൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേവലം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം നേതാക്കൾ സമരപന്തലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. എന്തായാലും നിലവിൽ വൈപ്പിൻ MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ അടക്കം ഈ സമരം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ഈ സമര സമിതിയുടെ ഇടയിൽ ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമങ്ങളും CPM പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ കഴിഞ്ഞ ദിവസത്തെ CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് എന്നും ഈ സമരസമിതി ഈ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സമരം മുന്നോട്ട് പോവുക തന്നെയാണ്. 79-ാം ദിവസം പിന്നിടുന്നുണ്ട്. ജനുവരി 4-നാണ് മുനമ്പം സന്ദർശിക്കുന്നത്, ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം സന്ദർശിക്കുന്നത്. അന്നേ ദിവസം തന്നെ മുനമ്പത്തെ തീരദേശ ജനത തങ്ങളുടെ ആവലാതികൾ, ആശങ്കകളൊക്കെ തന്നെ കമ്മീഷന് മുന്നിൽ മുന്നോട്ട് വയ്ക്കും. നേരത്തെ തന്നെ CPM പറഞ്ഞിട്ടുള്ളത് ഈ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ അത് വർഗീയ സംഘടനകളാണ് എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ്. അത് അത്തരത്തിൽ മുദ്രകുത്തപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സമരം എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം CPM-ന് ഉണ്ട്. ഇത് തന്നെയാണ് സമരസമിതി നേതാക്കളും പറയുന്നത്. എന്തായാലും സമരം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ
CPM നേതാക്കൾ കാണിക്കുന്ന ഈ ഭിന്നിപ്പിന്റെ ശ്രമം അത് സമരസമിതി പുറത്തു കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ UDF നടത്തുന്ന നാടകം, പ്രത്യേകിച്ച് VD സതീശനടക്കം സമരപന്തലിൽ എത്തിക്കൊണ്ട് കേവലം പ്രസംഗിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകുന്ന ആ നാടകത്തെയും അവർ തള്ളിപ്പറയുന്നുണ്ട്. എന്തായാലും സമരം മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ ഈ രേഖകൾ നേരത്തെ തന്നെ ജുഡീഷ്യൽ കമ്മീഷനായിട്ടുള്ള ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന് മുന്നിൽ മുൻപത്തെ സമരസമിതി അതോടൊപ്പം തന്നെ പ്രദേശവാസികളും സമർപ്പിച്ചിരുന്നു. ആ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തീർപ്പിലേക്കായിരിക്കും അല്ലെങ്കിൽ റിപ്പോർട്ടിലേക്കായിരിക്കും ജുഡീഷ്യൽ കമ്മീഷൻ പോവുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ജനുവരി 4-നുള്ള സന്ദർശനം തന്നെയാണ്. അന്നേ ദിവസം ഈ പറയുന്ന വേളാങ്കണ്ണി പള്ളിയുടെ ആ ഒരു പള്ളിയുടെ അങ്കണത്തിൽ തന്നെയായിരിക്കും, അവിടുത്തെ പാരിഷ് ഹാളിലായിരിക്കും ഈ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ആളുകളെ കാണുക. അതോടൊപ്പം തന്നെ വിവിധ താമസയിടങ്ങൾ, ഈ നേരത്തെ ഒരു റിസോർട്ട് മാഫിയാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ള ഒരു ആക്ഷേപം കെട്ടിച്ചമച്ചുകൊണ്ട് പലരും പല ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇടത്തെയും താമസക്കാർ അതാതിടങ്ങളിൽ കൂടിക്കൊണ്ട് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ തങ്ങളുടെ ആവലാതികൾ പങ്കുവയ്ക്കുമെന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനത്തെ അടക്കം വളരെ പ്രതീക്ഷാപരമായിട്ട് തന്നെയാണ് മുനമ്പത്തെ സമരസമിതി അതോടൊപ്പം തന്നെ തീരദേശ ജനതയും കാണുന്നത്. ഈ റിലേ നിരാഹാരം സമരം അത് ശക്തമായിട്ട് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ അതിനെ ഭിന്നിപ്പുമായിട്ട് അതിനിടയിൽ വരുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് രംഗത്ത് വരുമെന്നും സമരസമിതി ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. ദേവിക. ശരി, അത് തന്നെയാണ്. നമുക്കറിയാം വിനോദ്, അവർ കിടപ്പാടത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അവർ റിസോർട്ട് മാഫിയെന്നും ഭൂമാഫിയെന്നും എല്ലാം പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ പോലും അവർ ഇത്രത്തോളം ധീരതയോടെ ഇത്രയും ദിവസങ്ങൾ അതെ, ക്രിസ്മസ് ദിനത്തിൽ പോലും പട്ടിണി കിടന്നുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ അത് തകർക്കാനായി CPMന്റെ ശ്രമം വളരെയധികം രൂക്ഷമായി തുടരുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. രേഷ്മ ബാബുവാണ് അവിടെ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷനിലെ 2 അധ്യാപകർക്ക് നോട്ടീസ് നൽകി. അധ്യാപകരായ ജിഷ്ണുവിനോട് ഇന്നും ഫഹദിനോട് നാളെയും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നോട്ടീസ് നൽകിയപ്പോൾ 2 പേരും ഹാജരായിരുന്നില്ല. അതേസമയം MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, MS സൊല്യൂഷനിലെ 2 അധ്യാപകർ അവർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയപ്പോൾ അവർ ഹാജരായിരുന്നില്ല. അതിൻ്റെ CEO ഇപ്പോൾ ഒളിവിലുമാണ്. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് എത്താൻ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഗോകുൽ? നമ്മൾ ക്രൈംബ്രാഞ്ച് DYSPയുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവരെവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ 25-ാം തീയതി ഇരുവരോടും, ഈ ഷുഹൈബിനോടും ഫഹദിനോടും ജിഷ്ണുവിനോടും അതോടൊപ്പം തന്നെ CEO ആയിട്ടുള്ള ഷുഹൈബിനോടും ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും 3 പേരും ഹാജരായില്ല. അതിനാൽ തന്നെ ഇവർ ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, വ്യക്തതയില്ല എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. ഈ ഷുഹൈബിനെ കാണാത്തതിനെ തുടർന്ന് അയാൾക്കായിട്ട് അയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഔട്ട് സർക്കുലർ ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച വലിയ വിവാദമായ സമയത്ത് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്നും താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുമൊക്കെ യൂട്യൂബ് ലൈവിൽ വന്നിട്ട് ആരോപണം ഉന്നയിക്കുകയും അല്ലെങ്കിൽ എല്ലാ അന്വേഷണവുമായിട്ട് സഹകരിക്കുമോ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഷുഹൈബും MS സൊല്യൂഷന്റെ അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് പ്രാഥമിക അന്വേഷണം നടത്തി MS സൊല്യൂഷനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ഷുഹൈബിനോട് ഹാജരാവാൻ പറഞ്ഞത് മുതൽ ഷുഹൈബ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ആയിരുന്നു. ആദ്യം ഷുഹൈബിനോട് ഹാജരാവാൻ പറഞ്ഞു, പിന്നീട് പങ്കുണ്ട് എന്ന് കരുതുന്ന 2 അധ്യാപകരോടും ഹാജരാവാൻ പറഞ്ഞു. ഇരുവരും ഇതുവരെ ഹാജരായിട്ടില്ല, ഷുഹൈബും ഹാജരായിട്ടില്ല. 3 പേരും ഒളിവിൽ തന്നെയാണ്. 3 പേരുടെയും മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്, ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് ഒരു അധ്യാപകനോട്, ജിഷ്ണു എന്ന് പറയുന്ന ഒരു അധ്യാപകനോട് ഇന്നും മറ്റൊരാളോട് ഫഹദിനോട് നാളെയും ഹാജരാവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി നാളെ പരിഗണിക്കുന്നുമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. അതേസമയം തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ 3 പേരെയും കണ്ടെത്താനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ സാധിക്കാത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. കാരണം ഈ ക്രിസ്മസ് ചോദ്യപേപ്പർ പരീക്ഷ വിവാദം ഉയർന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ രീതിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതിന് ശേഷം താമരശ്ശേരി, കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരെയൊക്കെ ബന്ധപ്പെടുകയും ഈ അന്വേഷണ സംഘം
ബന്ധപ്പെടുകയും ഇവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഓണപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലും MS സൊല്യൂഷന് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ MS സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി ചില രേഖകൾ, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള ചില രേഖകളൊക്കെ പിടികൂടി. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ MS സൊല്യൂഷന് പങ്കുണ്ട്, ഷുഹൈബിന് പങ്കുണ്ട് എന്നൊരു വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. പക്ഷേ ആ പരിശോധന നടത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്, 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിനുള്ളൊരു സാഹചര്യം ഇതുപോലെ ഈ പങ്കുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ 2 അധ്യാപകരും MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബും അന്വേഷണ സംഘത്തിന് ഹാജരാവാൻ സാധിക്കാത്തതാണ്. ഈ മൊഴിയെടുപ്പിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും അവർ ഹാജരായില്ല എങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടിയിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതേസമയം ഷുഹൈബിന്റെ മുന്നോട്ടേക്കുള്ള നീക്കം എന്താണ് എന്നും അറിയേണ്ടിയിരിക്കുന്നു. അത് ഒരുപക്ഷെ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഷുഹൈബ് മുന്നോട്ടേക്ക് പോകുന്നതുമെന്നും എന്നത് കേസിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്നത്. അങ്ങനെ ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. വിനോദ്. അതെ, MS സൊല്യൂഷൻ്റെ 2 അധ്യാപകർക്ക് നോട്ടീസ് നൽകിയിട്ട് അവർ ഹാജരാകുന്നില്ല. പക്ഷേ അവരുടെ ഫോണിൻ്റെ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് അവരും CEOയെ പോലെ ഒളിവിൽ പോയോ എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് അവർ ഹാജരാകുന്നില്ല. അവരെ അങ്ങനെയാണെങ്കിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് പറയുന്നു. കസ്റ്റഡിയിലെടുക്കാൻ ആളുകൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ കസ്റ്റഡിയിലെടുക്കാൻ. അങ്ങനെയുള്ള വിഷയങ്ങളുമുണ്ട്. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇനി കായിക വാർത്തകളാണ്, അതിലേക്ക്. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ തോൽവി ഒഴിവാക്കാൻ ഇന്ത്യ പൊരുതുകയാണ്. ഓസ്ട്രേലിയ ഉയർത്തിയ 340 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യയുടെ 3 വിക്കറ്റുകൾ നഷ്ടമായി. രോഹിത് ശർമ്മയുടെയും KL രാഹുലിന്റെയും വിരാട് കോഹ്ലിയുടെയും വിക്കറ്റുകളാണ് നഷ്ടമായത്. നേരത്തെ 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 234 റൺസിന് പുറത്തായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 5ഉം സിറാജ് 3ഉം ജഡേജ 1 വിക്കറ്റും സ്വന്തമാക്കി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, ഇപ്പോൾ ഇന്ത്യയുടെ പോരാട്ടമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കളിയുടെ നില എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദേവിക, മത്സരത്തിൻ്റെ അവസാന ദിനം 5ാം ദിനമാണ്. നിലവിൽ ഇപ്പോൾ മത്സരം ലഞ്ചിന് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ്. ഉച്ചയൂണിന് വേണ്ടി മത്സരം പിരിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിലേക്ക് വന്നാൽ ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയയുടെ അവസാനത്തെ വിക്കറ്റും വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ 340 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി. എന്നാൽ ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ ടീം ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ 3 പ്രധാന വിക്കറ്റുകൾ ടീം ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. അതും 33 റൺസ്. ഉച്ചയൂണിന് പിരിയുമ്പോൾ ഇന്ത്യൻ സ്കോർ 33 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലാണ്. അതായത് 3 മുൻനിര വിക്കറ്റുകൾ ടീം ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട്. അതിൽ രോഹിത് ശർമ്മ 40 പന്തിൽ നിന്നും 9 റൺസ് എടുത്ത രോഹിത് ശർമ്മയും റൺസൊന്നും എടുക്കാതെ KL രാഹുലും 5 റൺസുമായി വിരാട് കോഹ്ലിയുമാണ് പുറത്തായിരിക്കുന്നത്. നിലവിൽ ക്രീസിലുള്ളത് യശസ്വി ജയ്സ്വാൾ ആണ്. എന്തായാലും 3 വിക്കറ്റുകൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിക്കറ്റുകൾ. ഇതിൽ 2 വിക്കറ്റുകൾ രോഹിത് ശർമ്മയുടെയും KL രാഹുലിൻ്റെയും വിക്കറ്റുകൾ കമിൻസും ഒപ്പം വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് സ്റ്റാർക്കും സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തായാലും മത്സരത്തിൽ ഇന്ത്യ പൊരുതുകയാണ്. ആദ്യ സെഷനാണ് കഴിഞ്ഞത്. ഇനിയും 2 സെഷൻ കൂടി അവശേഷിക്കുന്നുണ്ട്. ടീം ഇന്ത്യ പൊരുതുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനി 7 വിക്കറ്റുകൾ ഇന്ത്യക്ക് കൈവശമുണ്ട്. ഈ ഒരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് വിജയിക്കുക എന്നത് വളരെ എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ ഇന്ത്യക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ ഒരു മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത്. കാരണം വരാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് ഇന്ത്യക്ക് മുന്നേറണമെങ്കിൽ ഈ മത്സരത്തിൽ ജയം ഇന്ത്യക്ക് അനിവാര്യം തന്നെയാണ്. നിലവിൽ ദക്ഷിണാഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ എതിരാളിയായി ആര് വരണം എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യക്കും എതിരാളിയായി ദക്ഷിണാഫ്രിക്ക എതിരാളിയായി ഫൈനലിൽ പ്രവേശിക്കണമെങ്കിൽ ടീം ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിൽ വിജയം അനിവാര്യമാണ്. മത്സരത്തിൻ്റെ അവസാന ദിനമാണ്. ഇനി 2 സെഷൻസ് കൂടി അവശേഷിക്കുന്നുണ്ട്. 7 വിക്കറ്റുകൾ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഇനി വേണ്ടത് 307 റൺസാണ്. കാരണം 340 റൺസ് വിജയലക്ഷ്യം. നിലവിൽ 33 റൺസ് ഇന്ത്യയുടെ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 വിക്കറ്റുകൾ നഷ്ടമായി. ഇന്ത്യക്ക് വിജയിക്കണമെങ്കിൽ 307 റൺസ്, അതും 7 വിക്കറ്റ് കൈവശമുള്ള ഇന്ത്യക്ക് അത് സ്വന്തമാക്കിയേ മതിയാവുകയുള്ളൂ. ഈ 2 സെഷനുകളിൽ 307 റൺസ് പരമാവധി വേഗത്തിൽ തന്നെ സ്കോർ ചെയ്ത് ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയാണ്ടിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിലെ ഒരു സ്റ്റാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വിക്കറ്റുകളാണ്. ഓസ്ട്രേലിയയുടെ 2ാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക്
234 റൺസിനിടെ എല്ലാവരും പുറത്താവുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയുടെ പ്രകടനമാണ്. ജസ്പ്രീത് ബുംറ 5 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സിറാജ് 3 വിക്കറ്റും ജഡേജ 1 വിക്കറ്റും സ്വന്തമാക്കി. പിന്നീടുള്ളൊരു വിക്കറ്റ് അത് റണ്ണൌട്ടാണ്. അങ്ങനെ 234 എന്നൊരു സ്കോറിന് ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ പുറത്താവുകയായിരുന്നു. നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജസ്പ്രീത് ബുംറയാണ്. എനിക്ക് തോന്നുന്നു തോൽവിയുടെയും ജയത്തിൻ്റെയും ഇടയിലുള്ള ഒരു പോരാട്ടത്തിൽ ഒരു സൂപ്പർ ഹീറോയായി അല്ലെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാനായി വരുന്ന ഒരു ഹീറോ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ആരാധകർ ജസ്പ്രീത് ബുംറയെ നോക്കിക്കാണുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക, ജസ്പ്രീത് ബുംറയുടെ പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എടുത്തു നോക്കിയാൽ ഇതുവരെയുള്ള 4 മത്സരങ്ങളിൽ നിന്ന് 30 വിക്കറ്റുകളാണ് ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയിട്ടുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് നേട്ടം. ഇതുവരെയുള്ള വിക്കറ്റ് നേട്ടം നോക്കിയാൽ 17 വിക്കറ്റാണ് ഈ ഒരു ബോർഡർ ഗവാസ്കർ ടൂർണമെൻറ്റിൽ ഇതുവരെ നേടിയത്. അതിന് പകരം ജസ്പ്രീത് ബുംറ 30 വിക്കറ്റുകൾ, അതായത് ഏകദേശം ഇരട്ടിയോട് അടുക്കുന്ന ആ ഒരു വിക്കറ്റുകൾ, ഇനി ഒരു മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. അങ്ങനെ ബുംറ 30 വിക്കറ്റുകൾ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നലെ ബുംറ 200 വിക്കറ്റുകൾ ടെസ്റ്റിൽ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതും അതിവേഗത്തിൽ 200 വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പിന്നീട് ബുംറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി റെക്കോർഡുകൾ ബുംറ ഇത് നേടുന്നുണ്ട്. ഇത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഓസ്ട്രേലിയക്കെതിരെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ 4 വിക്കറ്റുകൾ, 4-5 വിക്കറ്റ് നേട്ടം ഓസ്ട്രേലിയയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ 3-5 വിക്കറ്റ് നേട്ടം, ഇംഗ്ലണ്ടിൽ 2, ഇന്ത്യയിൽ 2, വെസ്റ്റ് ഇൻഡീസിൽ 2. അങ്ങനെ 5 വിക്കറ്റ് നേട്ടം തന്നെ നോക്കുകയാണെങ്കിൽ നിരവധിയുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഓസ്ട്രേലിയ തന്നെയാണ്. ഓസ്ട്രേലിയയിൽ 4 തവണ 5 വിക്കറ്റ് നേട്ടം ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ വന്നാൽ ഈ ഒരു മത്സരത്തിലും രണ്ടാം ഇന്നിംഗ്സിലും 5 വിക്കറ്റ് നേട്ടം ബുംറ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച ഈ ഒരു സീരീസിൽ നോക്കിയാൽ ഇന്ത്യയുടെ വരുതിയിലേക്ക് പല മത്സരങ്ങളും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ മത്സരങ്ങൾ ഇന്ത്യയുടെ വരുതിയിലേക്ക് അടുപ്പിക്കുന്നതും വിജയിച്ചതും ഒപ്പം തന്നെ സമനിലയായ മത്സരങ്ങളൊക്കെ നോക്കിയാൽ ജസ്പ്രീത് ബുംറയുടെ പ്രകടനം നിർണായകമാണ്, ശ്രദ്ധേയമാണ്. കാരണം ഇന്ത്യക്ക് എവിടെ അനിവാര്യമായ സാഹചര്യമുണ്ടോ അവിടെ ജസ്പ്രീത് ബുംറ ഉണ്ടാവും. ജസ്പ്രീത് ബുംറയുടെ ആ ഒരു ബൗളിംഗ് പ്രകടനം തന്നെയാണ് ഈ ഒരു സീരീസിൽ ഇന്ത്യക്ക് നിർണായകമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ 4 മത്സരങ്ങളിൽ നിന്ന് 30 വിക്കറ്റുകൾ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളമാണ് ബുംറയുടെ പ്രകടനം ടീം ഇന്ത്യക്ക് നിർണായകമായത് എന്നുള്ളത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ടീം ഇന്ത്യക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ ഘട്ടത്തിൽ ബുംറയുടെ പ്രകടനം, ബുംറയുടെ പന്ത് തീതുപ്പുന്ന പന്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ പന്ത് ഇന്ത്യക്ക് വേണ്ടി എരിയും. അത് കൃത്യമായി ബാറ്ററെ വീഴ്ത്തുന്ന അല്ലെങ്കിൽ കുരുക്കി വീഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ എന്തായാലും ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇതുവരെ കണ്ടു. ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ബുംറയുടെ ഇന്നലത്തെ ഒരു വിക്കറ്റിന് ശേഷമുള്ള സെലിബ്രേഷനൊക്കെ വളരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായിരുന്നു. കാരണം ബുംറയെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ വളരെ എനർജറ്റിക് ആണ്. ഇതിനപ്പുറത്തേക്ക് വലിയ പ്രകടനങ്ങൾ അല്ലെങ്കിൽ വിക്കറ്റ് നേടിയ ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾ വലിയ രീതിയിൽ നടത്തുന്നൊരു താരമല്ല. പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു പ്രകടനവും ബുംറയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് വളരെ രീതിയിലുള്ള അതിന് മുമ്പത്തെ ഇന്നിങ്സിൽ ഇന്ത്യയെ കളിയാക്കിയ താരത്തിന് അതേ രീതിയിൽ തന്നെ ബുംറ ആരാധകരോട് ആവേശത്തോടെ ചേരിയൂ എന്ന രീതിയിൽ ബുംറ ഒരു ആവേശ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ജസ്പ്രീത് ബുംറ തന്നെയാണ് ഈ ഒരു പരമ്പരയിൽ എടുത്താൽ ടീം ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ദേവിക. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്നത് എം നിഖിൽ കുമാർ. ഇനി നമുക്ക് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വാർത്തയിലേക്ക് വരാം. ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് ഇന്ന് തുടക്കം. പർണശാലയിൽ നടക്കുന്ന ശാന്തിഹവനത്തിന് ശേഷം മഹാസമാധി പീഠത്തിലെ വിശേഷാൽ ഗുരുപൂജയോടെ ചടങ്ങുകൾ ആരംഭിക്കും. തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ശിവഗിരിയിൽ സംഘടിപ്പിക്കുന്നത് 10ഓളം സമ്മേളനങ്ങളാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, നമസ്തേ. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമാകുന്നു. ഉപരാഷ്ട്രപതി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നമസ്തേ. ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഈ ഒരു തീർത്ഥാടന മഹാമഹം ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം എത്തില്ല. കാരണം നമുക്കറിയാം, മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് 7 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉപരാഷ്ട്രപതി എത്തില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പകരം മന്ത്രി MP രാജേഷ് ആയിരിക്കും ഈ തീർത്ഥാടന മഹാമഹം ഉദ്ഘാടനം ചെയ്യുക. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ ചില മഹാപീഠത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു. ഈ പൂജകളോടുകൂടിയാണ് ഈ തീർത്ഥാടന മഹാമഹം ആരംഭിക്കുന്നത്. അതിനുശേഷം വിവിധ സമ്മേളനങ്ങൾ, തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഏതാണ്ട് 10ഓളം സമ്മേളനങ്ങൾ ശിവഗിരിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 10 മണിക്ക് മന്ത്രി MP രാജേഷ് തീർത്ഥാടന മഹാമഹം ഉദ്ഘാടനം ചെയ്യും. സ്വാമി സച്ചിദാനന്ദ
അധ്യക്ഷത വഹിക്കും. അതിനുശേഷം നടക്കുന്ന സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനമുണ്ട്. അത് മന്ത്രി വി ശിവൻകുട്ടി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം ശാസ്ത്ര സാങ്കേതിക സമ്മേളനമുണ്ട്. അത് 2 മണിക്കാണ്. അത് മന്ത്രി KN ബാലഗോപാൽ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. പിന്നീട് വൈകുന്നേരത്ത് മറ്റൊരു സമ്മേളനമുണ്ട്, ആരോഗ്യ സമ്മേളനമാണ്. സമ്മേളന മന്ത്രി വീണ ജോർജ് ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും നിരവധി സമ്മേളനങ്ങളാണ് ഈ ഒരു ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു തീർത്ഥാടനത്തിന് മുന്നോടിയായി തന്നെ പ്രഭാഷണ പരമ്പരയും ശിവഗിരിയിൽ ഉണ്ടായിരുന്നു. ഇത് ശ്രമിക്കുന്നതിന് വേണ്ടി, അതായത് ഗുരു മുന്നോട്ട് വെച്ച വിവിധ ആശയങ്ങളിലാണ് ഈ പ്രഭാഷണ പരമ്പരകൾ ഈ തീർത്ഥാടനത്തിന്റെ കാലമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശിവഗിരിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് ഗുരുഭക്തരായിരുന്നു ശിവഗിരിയിലേക്ക് എത്തിയത്. ഏതായാലും ഇന്ന് തീർത്ഥാടന മഹാമഹത്തിന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. 10 മണിക്കാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. വിനോദ്. അതെ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ സമ്മേളനങ്ങൾ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. ശിവഗിരിയിൽ നിന്നും വാർത്തകൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക. ഇനി ഡൽഹിയിലേക്കാണ് പോകുന്നത്. മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നത്. മൻമോഹനെ അപമാനിക്കുന്ന ഇതേ കോൺഗ്രസാണ് നരസിംഹറാവുവിന്റെ ഭൗതികദേഹം ഡൽഹിയിൽ തടഞ്ഞതെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. അതേസമയം രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ കിസാൻ ഘാട്ടിൽ മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുക്കും. ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കാനായി ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ പോലും അതിൽ പങ്കെടുക്കാൻ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ പോലും എത്തിയിട്ടില്ല എന്നൊരു വിചിത്രമായ ഒരു കാര്യം കൂടി അദ്ദേഹം പുറത്തേക്ക് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തെ രാഷ്ട്രീയമായി മുതലെടുത്ത് അതിലൂടെ കോൺഗ്രസിന്റെ ചില കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് നേതാക്കളെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും, BJP നേതാക്കന്മാരെല്ലാം ഈ ഒരു വിഷയത്തിനെതിരെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. JP നദ്ദ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇത്തരം മൻമോഹൻ സിംഗിന്റെ മരണശേഷവും രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയല്ലേ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദേവിക, കോൺഗ്രസിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരിൽ കുടുംബത്തിനകത്തു നിന്നുള്ള പ്രധാനമന്ത്രിമാർക്ക് മാത്രമേ കോൺഗ്രസിന്റെ നേതൃത്വം അർഹമായ പരിഗണന എല്ലാ കാലത്തും നൽകിയിട്ടുള്ളൂ. അതിന് പുറത്തുനിന്ന്, നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് പ്രധാനമന്ത്രി പദത്തിലെത്തിയ 3 പ്രധാനമന്ത്രിമാരോടും കോൺഗ്രസ് വലിയ അവഗണന വെച്ച് പുലർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ാണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലാണെങ്കിലും അവരെ അപ്രസക്തമാക്കാനും അവർ മുന്നോട്ട് വെക്കുന്ന, അവർ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെ വെട്ടിനിരത്തുവാനുമുള്ള ശ്രമം കോൺഗ്രസിന്റെ മുൻകാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രിയോടും നരസിംഹറാവുവിനോടും ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിനോടും കോൺഗ്രസ് കാട്ടിയിട്ടുള്ള അനീതി കൃത്യമായി തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് ഡൽഹിയിൽ വിജയ് ഘാട്ടിൽ നടത്തില്ല എന്ന് ആദ്യം ഇന്ദിരാഗാന്ധി പറയുന്നു. പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രിയ പത്നി അതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സംസ്കാര ചടങ്ങ് ഡൽഹിയിൽ തന്നെ നടത്തുവാൻ അന്ന് ഇന്ദിരാഗാന്ധി തയ്യാറായത്. പിന്നീട് നരസിംഹറാവുവിൻ്റെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. 1991 മുതൽ 96 വരെ 5 വർഷക്കാലം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഭവിക്കുന്നത് 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് 2004 ഡിസംബറിലാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാൻ പോലും സോണിയാഗാന്ധി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് വാഹനം കടന്നു പോകുമ്പോൾ AICCയുടെ ഗേറ്റുകളും മറ്റും വലിച്ചടച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ നരസിംഹറാവുവിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം രൂപപ്പെട്ടു. അത് ഡൽഹിയിൽ നടത്താൻ പോലും അനുവദിച്ചില്ല. അതിനെ തുടർന്നാണ് ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയുടെ സംസ്കാര ചടങ്ങുകൾ ഡൽഹിക്ക് പുറത്ത് ഹൈദരാബാദിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നരസിംഹറാവുവിൻ്റെ
നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ചരിത്രം കോൺഗ്രസിൻ്റെ അവഗണനയുടെ ചരിത്രം കൂടിയാണ്. അതിനുശേഷം പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്തും അനാവശ്യമായ വിവാദം രൂപപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മരണസമയത്തെ തന്നെ തെറ്റിച്ചുകൊണ്ട് റോബർട്ട് വാദ്രയെ പോലുള്ളവർ നടത്തിയ പോസ്റ്റുകൾ അതിനുശേഷം പിന്നീട് സ്മാരകം പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഉറപ്പ് നൽകിയിട്ടും കേന്ദ്ര സർക്കാർ സ്മാരകം പണിതില്ല എന്ന് പറഞ്ഞ് സ്ഥലം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അനാവശ്യമായൊരു വിവാദം രൂപപ്പെടുത്തി. ഇതിനെയാണ് BJP ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നത്. ഇപ്പോൾ ഹർദീപ് സിംഗ് പൂരി അദ്ദേഹം സിഖ് വിഭാഗത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയാണ്. നമുക്കറിയാം മൻമോഹൻ സിംഗും സിഖ് മതവിശ്വാസിയാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏക സിഖ് പ്രധാനമന്ത്രിയാണ്. അതിനാൽ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ഹർദീപ് സിംഗ് പൂരി തന്നെ ഇപ്പോൾ BJPയുടെ നിലപാടുകൾ ഒരിക്കൽ കൂടി തുറന്ന് ആവർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. BJP ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയാണ്. മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാത്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ. ജീവിച്ചിരിക്കുമ്പോൾ സോണിയാഗാന്ധി സൂപ്പർ പ്രധാനമന്ത്രിയായി കാര്യങ്ങൾ തീരുമാനിച്ച് മൻമോഹൻ സിംഗിനെ ഒരു നിലപാടില്ലാത്ത ഒരാളാക്കി ചിത്രീകരിച്ചു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഓർഡിനൻസ് പരസ്യമായി രാഹുൽ കീറിയെറിഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച ശേഷവും മൻമോഹൻ സിംഗിനെ അപമാനിക്കുന്ന കോൺഗ്രസ് വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നാണ് JP നഡ്ഡയും ഹർദീപ് സിംഗ് പൂരിയും ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ വിമർശിക്കുന്നത്. അതേസമയം മൻമോഹൻ സിംഗിൻ്റെ സ്മാരകം സംബന്ധിച്ച് ഇപ്പോൾ സ്ഥലം എവിടെയാണ് എന്നതും കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ തന്നെ അവിടെ കിസാൻ ഘാട്ടിലാണ് മൻമോഹൻ സിംഗിനായി സ്മാരകം നിർമ്മിക്കുക. ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്നുദ്ദേശിക്കുന്നത് ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ അല്ലെങ്കിൽ ഈ നാടിനായി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്തെ പൊതുവെ ഇതിലൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. കാരണം മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ ചില കളികൾ അല്ലെങ്കിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും BJP നേതാക്കളെല്ലാം ആദ്യം മൗനം തുടർന്നിരുന്നു. കാരണം സംസ്കാര ചടങ്ങുകൾക്കിടയിൽ അദ്ദേഹത്തിന് നൽകേണ്ട എല്ലാ ബഹുമാനവും കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാർ അടക്കം നൽകിക്കൊണ്ട് പൂർണ്ണമായും സംസ്കാര ചടങ്ങുകളിൽ അവർ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായത്. അത്രത്തോളം ബഹുമാനം തങ്ങളുടെ എതിർ രാഷ്ട്രീയ നേതാവിന് അവർ നൽകിയിരുന്നു. പക്ഷേ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാക്കൾ മരണത്തിൽ പോലും ഒരു ബഹുമാനം നൽകിയിട്ടില്ല എന്ന ആക്ഷേപം തന്നെയല്ലേ ഈ ഒരു അവസരത്തിൽ നിലനിൽക്കുന്നത്? ദേവിക, BJP സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഈ ജീവിച്ചിരിക്കും മരിച്ചതിന് ശേഷവും മൻമോഹൻ സിംഗിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ നരസിംഹറാവുവിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരിത്രവും എല്ലാം ഓർമ്മപ്പെടുത്തുകൊണ്ടാണ് BJP ഇപ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ ഈ പൊതുദർശനം നടക്കുന്ന ഘട്ടത്തിൽ BJP ദേവിക സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വലിയൊരു അല്ലെങ്കിൽ ഒരു സംവാദത്തിനോ BJP നേതാക്കൾ അന്ന് തയ്യാറായിരുന്നില്ല. എന്നാൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ കടുത്ത കോൺഗ്രസിന് BJP നടത്തുകയാണ്. അത് ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. നരസിംഹറാവുവിനോടും ലാൽ ബഹദൂർ ശാസ്ത്രിയോടും ഒക്കെ കോൺഗ്രസ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഉരുക്കു മനുഷ്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഗുജറാത്തിൽ നിന്നുള്ള സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ നെഹ്റുവും കോൺഗ്രസും ശ്രമിച്ചു. ഈ ചരിത്രമെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യാക്രമണമാണ് ഇപ്പോൾ BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, അത് തന്നെയാണ്. പിന്നെ അത് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം മാതൃകാപരമായാണ് ഈ ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുമെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടായത്. കാരണം അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അവിടെ വാദപ്രതിവാദങ്ങൾക്ക് പോകാതെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർണ്ണമായതിനു ശേഷം പറയേണ്ടത് കൃത്യമായി പറയുന്നൊരു സാഹചര്യം. ഇതൊരു മാതൃകാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കൂടി പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള ആളുകൾ സംസ്കരിക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തി ആദരവ് അർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരെ മാത്രമല്ല, മുൻ രാഷ്ട്രപതിയുടെ മകളും കഴിഞ്ഞ ദിവസം പ്രണബ് മുഖർജിയുടെ മകളും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കാട്ടിയ ആ അവഗണനയെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ആ വാർത്തയാണ് ഗൗതം നൽകിയത്.
നമുക്ക് ഇനിയും വയനാട്ടിലേക്ക് വരാം. വയനാട് DCC ട്രഷററുടെയും മകൻ്റെയും ആത്മഹത്യയിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ കുരുക്കിൽ. ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് MLA IC ബാലകൃഷ്ണനെതിരെ അടക്കം ആരോപണം ഉയർന്നതോടെയാണ് കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത്. IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, വയനാട്ടിൽ DCC ട്രഷററും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ഉള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്. അവിടെ ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയിരുന്നു. അതിന് MLAക്ക് കൂടി അറിവുണ്ട്. അത് KPCC പ്രസിഡന്റിന് ഇക്കാര്യത്തിൽ കൃത്യമായ പരാതി നൽകിയിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കരാർ രേഖ പുറത്തുവിട്ടിരുന്നു. അതിൽ ഇത്തരത്തിൽ NM വിജയന്റെയും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ, അന്ന് പ്രസിഡന്റ് ആയിരുന്ന IC ബാലകൃഷ്ണന്റെ അടക്കം പേരുകൾ ഉൾപ്പെട്ടിരുന്നു. ഇതിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതടക്കമാണ് നമ്മൾ പുറത്തുവിട്ടത്. ആ രേഖ അനുസരിച്ച് ഒരു 30 ലക്ഷം രൂപ ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്നും വാങ്ങിയിരുന്നു. അത് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആ കരാർ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ പേരുകളാണ് അതിൽ ഉണ്ടായിരുന്നത്. മരണപ്പെട്ട NM വിജയന്റെ പേരുകളും അതിലുണ്ട്. തുടർന്ന് NM വിജയൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രേഖ പുറത്തു വരികയും അത് കൂടുതൽ സജീവമാവുകയും ചെയ്തത്. ഇത്തരത്തിൽ ഈ ആത്മഹത്യക്ക് കാരണം ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുകളാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം എന്നുള്ളതാണ് മറ്റുള്ളവർ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള പണം വാങ്ങിയത് പാർട്ടിയിൽ ഉപയോഗിക്കാതെ തന്നെ മറ്റുള്ള ആളുകൾ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉപയോഗിക്കുകയും പിന്നീട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് NM വിജയന്റെ തോളിൽ മാത്രം ചാരിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുമാണ് പ്രധാന ആരോപണം. ഇതിൽ മനംനൊന്തായിരിക്കാം ഇത്തരത്തിൽ NM വിജയൻ മരണപ്പെട്ടതെന്നുമുള്ള ആരോപണങ്ങളാണ് പൊതുവെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം K സുരേന്ദ്രൻ അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പത്രക്കുറിപ്പിലൂടെയാണ് അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതായത് IC ബാലകൃഷ്ണനെ പോലെയുള്ള വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതീക്ഷ, ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ അന്വേഷണത്തെ നേരിടണം, IC ബാലകൃഷ്ണനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷനടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഇന്ന് NM വിജയന്റെ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NM വിജയനുമായി സംബന്ധിച്ചുള്ള ചില കത്ത് നേരത്തെ തന്നെ ഒരു സംശയം ഉള്ളതായിരുന്നു. അതായത് ഇത് ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യക്കുറിപ്പ് വല്ലതുമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള രേഖകളൊക്കെ ഇന്ന് പുറത്തുവിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും അല്പസമയത്തിന് ഏകദേശം 9 മണിയോടുകൂടി തന്നെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെയും ഇപ്പോൾ DCC വയനാട് DCC വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങളാണ് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത്. നേതാക്കളടക്കം ഇത്തരത്തിൽ വലിയ ആരോപണമാണ് വയനാട് DCC നേതൃത്വം നേരിടുന്നത്. അവിടുത്തെ DCCയുടെ ട്രഷറർ മകനും ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപം, അത് MLAക്കെതിരെ വരെ, IC ബാലകൃഷ്ണനെതിരെ വരെ ആരോപണം വന്നു നിൽക്കുകയാണ്. ഒരുങ്ങി നിൽക്കുകയായിരുന്നു അർജുൻ. ഇനി അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശൈത്യകാലത്തെ ജമ്മു കശ്മീരിലെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. തൂമഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന പർവ്വത നിരകളും ഐസിൽ മൂടിക്കിടക്കുന്ന ദാൽ തടാകവും ഒക്കെയാണ് കണ്ണുകൾക്ക് കുളിരേകുന്ന കാഴ്ചകൾ. ശൈത്യകാലത്തെ ടൂറിസം മേഖലയുടെ കവാടം തുറന്നിടുകയാണ് ഭൂമിയിലെ സ്വർഗം. ആ ദൃശ്യങ്ങളിലേക്ക്.
സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ICUവിൽ തുടരുകയാണ്. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. ശ്വാസകോശത്തിനും വാരിയലിനും തലച്ചോറിനും പരിക്കേറ്റിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പരിശോധിക്കുന്നത്. സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ച എന്ന പ്രാഥമിക റിപ്പോർട്ട്. നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രേഷ്മ ബാബു ആശുപത്രിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം എല്ലാവരും ഇപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് ആശങ്കാപൂർവ്വം കാത്തിരിക്കുകയാണ്. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 പുറത്തേക്ക് വരിക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഉമാ തോമസ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ? ദേവിക, ഉമാ തോമസ് MLA കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. പരിക്കുകൾ ഗുരുതരമെന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ വൃത്തങ്ങൾ വ്യക്തമാക്കിയതാണ്. 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. അതിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തന്നെയാണ് തുടരുന്നത്. ഈ പരിക്കുകളെന്ന് പറയുന്നത് തലച്ചോറിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനും നട്ടെല്ലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ്. ബോധം, അതോടൊപ്പം തന്നെ പ്രതികരണം, ഓർമ്മ ഇവയൊക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പരിക്കുകളാണ്. എന്തായാലും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ നിരീക്ഷണം അത് അനിവാര്യം തന്നെയാണ്. എന്തായാലും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഉമാ തോമസ് MLA. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവിക ഈ കലൂർ ജയലൻ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഉമാ തോമസ് MLAക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഈ വഴി എന്ന് പറയുന്നത് VIP-കളൊക്കെ തന്നെ ഈ വഴിയിലൂടെയാണ് കടന്നു വന്നത്. ഇതിന്റെ മുകളിലായിട്ടാണ് താൽക്കാലികമായിട്ട് സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത്. കലൂർ ജയലൻ സ്റ്റേഡിയം 12,000 ആളുകൾ പങ്കെടുത്ത ഒരു നൃത്ത പരിപാടി, അതിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത്. ഈ കാണുന്ന ഭാഗത്താണ് ഉമാ തോമസ് MLA വീണത്. ഈ ഏകദേശം FIR-ൽ പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത് 14 അടിയോളം ഉയരത്തിൽ നിന്നുമാണ് വീണത് എന്നുള്ളതാണ്. ഈ തൊട്ട് മുകളിൽ, ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലാണ് ഈ താൽക്കാലികമായിട്ട് സ്റ്റേജും അതോടൊപ്പം തന്നെ VIP ഗാലറിയും ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഇടയിൽ കാണുന്ന ബാരിക്കേഡും അതിന്റെ പിന്നിൽ കാണുന്ന ചെയറുകളും കസേരകളും എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ഈ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയാണ്. അതിന്റെ മുകളിലായിട്ട് താൽക്കാലികമായി കമ്പികൾ കെട്ടിക്കൊണ്ടാണ് ഈ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ളതും അതിന്റെ തൊട്ട് താഴെ ഈ പറയുന്ന VIP ഗാലറിയും. അതിന്റെ ഈ VIP ഗാലറിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ താഴേക്ക് പൊടുന്നനെ ഉമാ തോമസ് MLA വീണത്. ഈ ക്യൂ മാനേജർ മാത്രമാണ് ഒരു റിബൺ കെട്ടിക്കൊണ്ട് ആ VIP ഗാലറിയുടെ ആ പാസേജിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈ ക്യൂ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു വെറും സ്റ്റീൽ കൊണ്ടുള്ള എടുത്തു മാറ്റാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് അത്. അതിന്റെ നടുക്കായിട്ട് റിബണും കെട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കാല് തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം പിടിക്കുന്നത് തൊട്ട് പിന്നിലുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഏതെങ്കിലും വസ്തുവിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഉമാ തോമസും പൊടുന്നനെ പിടിച്ചത് ഈ ഒരു ക്യൂ മാനേജറിലാണ്. ആ ക്യൂ മാനേജറും ആയിട്ട് താഴേക്കാണ് ഉമാ തോമസ് MLA വീണത്. ഇവിടെ ഈ ഓടയുടെ ഭാഗത്തുള്ള പാളികൾ, ഈ കോൺക്രീറ്റ് പാളികൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് ഓട പോകുന്ന വഴിയാണ്. അതിന്റെ മുകളിലെ കോൺക്രീറ്റ് പാളിയിലേക്കാണ് തലയുടെ പിൻഭാഗം ഇടിച്ചുകൊണ്ട് ഉമാ തോമസ് വീണത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇതിനകത്തൊരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി, 12,000 പേരെന്ന് പറയുന്നത് ആ പരിപാടിയിൽ, നൃത്ത പരിപാടിയിലെ നർത്തകരാണ്. അതിനും അപ്പുറം കാണികളുണ്ട്, സംഘാടകരുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. അത്തരം ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ആംബുലൻസ് ഒക്കെ പുറത്താണ്. ഈ ഒരു അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത് ഈ ഉമാ തോമസ് MLA ഇവിടെ നിന്ന ആളുകൾ, അതായത് തൊട്ടപ്പുറത്ത് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതും നിൽക്കുന്നത് ഒരു താൽക്കാലികമായിട്ട് ഉള്ള കമ്പികളിൽ കെട്ടിക്കൊണ്ടാണ്. അതിന്റെ മുന്നിലാണ് ഈ പറയുന്ന സ്റ്റേജും ഉള്ളത്. ഞാൻ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഉമാ തോമസ് MLA ഏകദേശം 6:18 സഞ്ചരിച്ച് മുകളിലോട്ട് പോകുന്നത്. ഇത് സ്റ്റേഡിയത്തിന്റെ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. മുകളിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റേഡിയത്തിന്റെ ഈ ഭാഗം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പെർമനന്റ് ആയിട്ടുള്ള VIP ഗാലറി. ഇതിന്റെ മുകളിലായിട്ടാണ് കയർ കൊണ്ടിട്ട്, അതായത് പ്ലാസ്റ്റിക് കയറും കമ്പികളും കൊണ്ട് താൽക്കാലികമായിട്ട് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് VIP ഗാലറി എന്ന് ഇവർ പറയുന്ന സംവിധാനം. അതായത് ഈ കസേരകൾ, ഏകദേശം 35-40ഓളം കസേരകളാണ് ഇവിടെ നിരത്തപ്പെട്ടിരുന്നത്. ഇതിന്റെ സാധാരണ രീതിയിൽ ഒരു ഗാലറി ഒരുക്കുന്ന സമയത്ത്, അതും ഇത്രയധികം ഉയരമുണ്ടെങ്കിൽ, ഇവിടെയാണ് ഒരു ബാരിക്കേഡ്, ഒരു സുരക്ഷാ ബാരിക്കേഡ്, അതായത് പകുതി ഉയരത്തിൽ ഒരു
താൽക്കാലികമായിട്ട് ഇതുപോലെ ഈ കമ്പിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബാരിക്കേഡ് വെക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും വെക്കാതെ മറിച്ച് ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഒരു താൽക്കാലിക ക്യൂ മാനേജർ റിബൺ കെട്ടിക്കൊണ്ടാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. അതിന്റെ മുകളിലായിട്ടാണ് വീണ്ടും ഉയരത്തിൽ തന്നെയാണ് സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അത് പെർഫോം ചെയ്യുന്നതിനുള്ള സ്റ്റേജ് ക്രമീകരിച്ചത്. ഈ പറയുന്ന നൃത്ത പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ മൈതാനത്തുമാണ്. ഈ ഉമാ തോമസ് നേരെ ഇവിടെ നിന്ന് കയറി വന്നു. ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള സ്റ്റെപ്പിലൂടെ കയറി. ഇപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കയറാൻ സാധിക്കത്തില്ല, അതിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പോലീസ് അതിനെ അനുവദിക്കുന്നുമില്ല. ഈ സ്റ്റെപ്പിലൂടെ കയറി ഈ VIP ഗാലറിയിലേക്ക് എത്തുന്നു. അവിടെ ക്രമീകരിച്ചിട്ടുള്ള സീറ്റുകളിലൊക്കെ തന്നെ VIP-കളുണ്ട്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകളുണ്ട്. MLA മന്ത്രി സജി ചെറിയാനുമായിട്ട് സംസാരിച്ച് പിന്നോട്ട് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് മറ്റ് ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് തിരിഞ്ഞ സമയത്താണ് പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് പതിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ക്യൂ മാനേജറിലാണ് ആ ഒരു കൈ പിടിച്ചത് ആദ്യഘട്ടത്തിൽ. ആ ക്യൂ മാനേജറും ഒപ്പം തന്നെ MLA-യോട് ഒപ്പം താഴേക്ക് വീണതാകട്ടെ ഈ പറയുന്ന ആ കോൺക്രീറ്റ് സ്ലാബുകൾ ആ തൊട്ടപ്പുറത്ത് ഈ തറയോടുണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബ് എന്ന് പറയുന്നത് ഓടയുടെ ഭാഗമാണ്. ആ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ച് വീണു. ആ ഉമാ തോമസ് MLA-യുടെ ചെരുപ്പാണ് ആ കാണുന്നത്. ഈ ഒരു സംവിധാനത്തിൽ ആ താഴെ വന്ന് തലയിടിച്ച് വീണ് പിൻഭാഗത്താണ് തലയിടിച്ചിട്ടുള്ളത്. രക്തം വലിയ രീതിയിൽ വാർന്നു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ആളുകളൊക്കെ തന്നെ കൂടിയെടുത്ത് MLA ആ വഴിയിൽ കൂടെ കൊണ്ടുപോയി. ആംബുലൻസ് പുറത്തായിരുന്നു. കാരണം ഇത്രയധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടേക്ക് പെട്ടെന്ന് ആളുകളെ എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്ന രീതി താൽക്കാലികമായിട്ട് സാധാരണ രീതിയിലുള്ള ഉയരം ഇതാണ്. അതിനും അപ്പുറത്തേക്ക് വീണ്ടും ഉയരത്തിലാണ് സ്റ്റേജ് ക്രമീകരിച്ചത്. അതിന് തൊട്ട് താഴെ VIP ഗാലറിയും ക്രമീകരിച്ചു. ഒരു VIP ഗാലറി ആണെങ്കിലും കാണികൾക്കുള്ള ഗാലറി ആണെങ്കിലും വേണ്ട സുരക്ഷാ സംവിധാനങ്ങളോ മാനദണ്ഡങ്ങളോ ഇതിലൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്തായാലും ആ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. 14 അടി ഉയരം എന്നുള്ള രീതിയിലാണ്, 14 അടി ഉയരത്തിൽ നിന്നുമാണ് വീണത് എന്നാണ് പ്രഥമ വിവര റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ 18-20 അടി എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ 14 അടി എന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത് നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഴ്ചയുടെ ഈ പാസേജ്, അതായത് ഈ FIR-ൽ പറയുന്നത് ഈ VIP ഗാലറിയുടെ ആ ഒരു സംവിധാനം ഒരുക്കുന്ന സമയത്ത് അതിൽ കൂടെ പോകാനായിട്ടുള്ള ഒരു പാസേജ് ഇല്ല. അതോടൊപ്പം തന്നെ സുരക്ഷാ ബാരിക്കേഡ് ക്രമീകരിച്ചിട്ടുമില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഭാരതീയ ന്യായ സംഹിത 125B-യും 125 സെക്ഷൻ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നിലവിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ദേവിക, രേഷ്മ ബാബു കൃത്യമായി വിവരങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന നിലയിൽ അത് വിശദീകരിച്ചു. എങ്ങനെയാണ് അപകടം നടന്നത്? സ്റ്റേജിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അത്? സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപകട സാധ്യത എന്താണ്? എത്രമാത്രം ഉയരത്തിൽ നിന്നാണ് വീണത്? ഉമാ തോമസ് വീണ സ്ഥലം ഏത്? അപകടം നടന്നത് എങ്ങനെ? എന്തെല്ലാമായിരുന്നു സുരക്ഷാ വീഴ്ച? കൃത്യമായി അത് രേഷ്മ ബാബു പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അത് വളരെയധികം മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ എത്ര പറഞ്ഞാലും, അപകടം നടന്നു എന്ന് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. പക്ഷേ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ കൃത്യമായ വിവരണമാണ് ഇപ്പോൾ രേഷ്മ ബാബു നൽകിയത്. അപ്പോൾ ഇത് അപകടം എങ്ങനെ നടന്നു എന്ന് കൃത്യമായി നമുക്ക് ബോധ്യം വരുന്നുണ്ട്. വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ ഉണ്ടായത്. MLA പോലെ ഏതൊരാൾക്കും അപകട സാധ്യത ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു അത് പക്ഷേ സംഘാടകരുടെ വീഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ബീന റാണി ആശുപത്രിയിൽ നിന്ന് ചേരുന്നു. ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് 10:30 മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ വരുമെന്നാണല്ലോ അറിയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കോട്ടയത്തു നിന്നും എറണാകുളത്തും ഒക്കെയുള്ള വിദഗ്ധ ഡോക്ടർമാർ ഉമാ തോമസിനെ ചികിത്സിക്കുന്നുണ്ട്. ആരോഗ്യനിലയെ സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ബീന റാണി? വിനോദ്, ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനില അതുപോലെ തന്നെ തുടരുന്നു എന്നാണ് പ്രാഥമികമായി പറയാൻ കഴിയുന്നത്. അപകട നില തരണം ചെയ്യാറായിട്ടില്ല. അപകടം പറ്റിയ പരിക്ക് ഗുരുതരമല്ല എന്ന് പറയുമ്പോഴും അപകടനില തരണം ചെയ്യാറായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെ കോട്ടയത്തു നിന്നുള്ള മെഡിക്കൽ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തി പരിശോധന നടത്തിയത്. ചികിത്സയെപ്പറ്റി വിശദമായി
വിലയിരുത്തി അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷം ചികിത്സ തൃപ്തികരമായി നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഉമാ തോമസ് MLA സ്കാനിങ് അടക്കമുള്ള എല്ലാ പരിശോധനകൾക്കും ശേഷം ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ICUയിലും വെന്റിലേറ്റർ സപ്പോർട്ടോടെ തന്നെയാണ് ഉമാ തോമസ് തുടരുന്നത്. തീർച്ചയായും വളരെ സാവധാനം ചികിത്സിക്കേണ്ട ഒരു നിലയിലാണ് ഉമാ തോമസ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും കൂടുതൽ ചികിത്സയിലേക്ക് കിടക്കേണ്ടത്. എന്നാലും ഇന്നലെ വൈകിട്ട് സംഭവിച്ച അപകടം 24 മണിക്കൂർ പിന്നിടുമ്പോൾ മാത്രമേ അപകടനില തരണം ചെയ്തു എന്ന് പറയാനാവൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രധാനമായും നട്ടെല്ലിനും ശ്വാസകോശത്തിനും തലച്ചോറിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ചില മണിക്കൂറുകളാണ് കടന്നു പോകുന്നതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 10:30 ഉമാ തോമസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നില സംബന്ധിച്ച് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നാണ് കരുതുന്നത്. 2 വാരിയലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു വാരിയലിൻ്റെ പരിക്കാണ് ശ്വാസകോശത്തിൻ്റെ ഗതിയും ഇത്ര നിർണായകമാക്കിയത്. അത് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിക്കാൻ, അതിൽ നിന്നുണ്ടായ ബ്ലീഡിങ് രക്തം കട്ടപിടിക്കാൻ കാരണമായിട്ടുണ്ട്. ഉമാ തോമസിന് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കോസ്പിരിൻ അടക്കമുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് രക്തം കട്ട പിടിക്കുന്നതിന് താമസമാകും. അതുകൊണ്ട് തന്നെ രക്തസ്രാവം കുറച്ച് രൂക്ഷമായി തന്നെ ആദ്യ മണിക്കൂറുകളിൽ തുടർന്നിരുന്നു. അതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ അപകടനില തരണം ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറയാനുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ചികിത്സ തൃപ്തികരമാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും, അതായത് കൃത്യമായ നിരീക്ഷണവും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ളത് ഈ തലച്ചോറുമായി ബന്ധപ്പെട്ട പരിക്ക് തന്നെയാണ്. അത് സാവധാനം മാത്രം പരിഹരിക്കപ്പെടാനേ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ 10:30 മെഡിക്കൽ ബുള്ളറ്റിലൂടെ അറിയാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇപ്പോഴും വെന്റിലേറ്റർ സപ്പോർട്ടോടെ തന്നെ ICUയിൽ തുടരുകയാണ് ഉമാ തോമസ് MLA. കൂടുതൽ നിരീക്ഷണം അല്ലെങ്കിൽ കൂടുതൽ ഡോക്ടർമാർ എത്തി പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ രാത്രിയിൽ തന്നെ ഇത്തരത്തിലുള്ള വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തിയപ്പോൾ ചികിത്സ അടക്കം ഗുരുതരമാണ് എന്ന് കണ്ടെത്താനാവില്ല എങ്കിൽ പോലും അപകടനില തരണം ചെയ്യാനായിട്ടില്ല എന്ന നിലപാടാണ് അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു പൂർണ്ണമായും ഒരു ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായി എന്ന് പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ആശുപത്രിയിൽ കൂടുതൽ വിദഗ്ധ സംഘം പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുമെല്ലാം തന്നെ എല്ലാവരും ഉമാ തോമസിൻ്റെ ആരോഗ്യ നിലയിൽ നിരീക്ഷണത്തിലാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 10:30 മെഡിക്കൽ ബുള്ളറ്റിനിൽ പുറത്തിറക്കുമെന്ന് കരുതുന്നു. അതെ, 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോഴാണ് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ബീന റാണി. രാജ്യാന്തരം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100-ാം വയസ്സിലായിരുന്നു അന്ത്യം. അമേരിക്കയുടെ 37ാമത് പ്രസിഡന്റായിരുന്നു. 77-81 കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായത്. ജിമ്മി കാർട്ടർ സ്വന്തം രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുസ്മരിച്ചു. ലോക ജനതയ്ക്ക് തന്നെ ഒരു മികച്ച സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത്. അമേരിക്കൻ ജനതയുടെ ക്ഷേമത്തിനായി വെല്ലുവിളികൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച പ്രസിഡന്റായിരുന്നു കാർട്ടറെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, നൊബേൽ സമ്മാനം സമാധാനത്തിന് ലഭിച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. മറ്റ് വിവരങ്ങളും കൂടി.
തീർച്ചയായും ദേവിക, ശക്തനായൊരു പ്രസിഡന്റായി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ജിമ്മി കാർട്ടർ. നമുക്കറിയാവുന്നതാണ്, നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡൻഷ്യലായി കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 77 മുതൽ 81 വരെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് അമേരിക്കയുടെ ആ ഒരു നീക്കം അമേരിക്ക എന്ന രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതിശക്തമായ ഒരു രാഷ്ട്രമായി വളർത്തുന്നതിനെ സാധിച്ചു എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകത, അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നത്. മറ്റു നിരവധിയായ ലോകത്ത് പടർന്നു പിടിച്ചിരുന്ന നിരവധിയായ പകർച്ചവ്യാധികൾക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചൊരു പ്രസിഡന്റ് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ശക്തമായ പോരാട്ടം പകർച്ചവ്യാധികൾക്കെതിരെ നടത്തുകയും അത് ലോകം മുഴുവൻ, അത് ആ പോരാട്ടത്തിന് നയപരമായ നേതൃത്വം നൽകുന്നതിന് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. മാനവരാശിക്ക് അദ്ദേഹം ചെയ്ത സേവനം എന്നുള്ളത് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനുള്ള നയപരമായ തീരുമാനങ്ങൾ ഉന്നതമായ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശേഷിയുള്ള ഒരു രാജ്യത്തിൻ്റെ നേതൃത്വത്തിലിരുന്ന് നടപ്പാക്കാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. അതുതന്നെയാണ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ അനുസ്മരണ സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞത്. ഒരു മനുഷ്യസ്നേഹിയായിരുന്ന, മാനവികതയ്ക്ക് മുൻതൂക്കം നൽകിയിരുന്ന ഒരു മനുഷ്യനെ നഷ്ടപ്പെടുമ്പോൾ ലോകത്തിന് കൂടിയൊരു, അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് കൂടിയൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിച്ച ഒരു പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഏതാണ്ട് കൃത്യം 100 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ 100-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും ദീർഘകാലം ജീവിച്ചിരുന്ന പ്രസിഡൻ്റായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവ വികാസം അല്ലെങ്കിൽ പ്രധാനമായ ഒരു ജീവിത രേഖ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്, അദ്ദേഹം നൊബേൽ സമ്മാന ജേതാവ് കൂടിയായിരുന്നു 2002 എന്നതാണ്. ഈ നൊബേൽ സമ്മാന ജേതാവ്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന, മാനവരാശിയെ ബാധിക്കുന്ന രോഗങ്ങളോട് പോരാടിയ മനുഷ്യസ്നേഹിയായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വമായി തന്നെയാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ സ്മരിക്കപ്പെടുന്നത്. ശരി, തുടരുക. മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത 6 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന. ഗാസയിലെ ജബലിയ, ബെയ്ക്ക് ലഹിയ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. 14 ഭീകരരെ കണ്ടെത്തി 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പ്രതിരോധ സേന വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പിടികൂടുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഹമാസിലെ ഭീകരരെ സമ്പൂർണ്ണമായി പിടികൂടും എന്ന് തന്നെയല്ലേ ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം? തീർച്ചയായും വിനോദ്, ആക്രമണം നടത്തിയ ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിൽ ഒക്ടോബർ 7-ന് നടത്തിയ ഭീകരരെ ഒന്നൊന്നായി പിടികൂടുകയാണ്. ഇന്നലെയാണ് 4 പേരെ പിടികൂടിയത്. അതുപോലെ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 4 പേരെ പിടികൂടിയത് 2 ദിവസം മുമ്പാണ്. ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. ഇന്ന് 6 പേരെ വീണ്ടും പിടികൂടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 14 പേരെ പിടികൂടിയതിൽ 14 ഹമാസ് ഭീകരരെ പിടികൂടിയതിൽ ഈ 6 പേരും അന്ന് ആക്രമണത്തിൽ, അതായത് ഈ പാരഷൂട്ടുകളിലും അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഇടിച്ചു കയറിയും അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത പ്രതികളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആ ഭീകരരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി ആളുകളെ പിടികൂടുന്ന, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഭീകരരെ പിടികൂടുന്നതിനുള്ള നീക്കം കൃത്യമായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം. നമുക്കറിയാവുന്നതാണ്, സമാധാന നീക്കങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ നിരവധിയായ ഇസ്ലാമിക സംഘടനകൾ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ നീക്കത്തിന്, അതായത് ഈ അറസ്റ്റ് പോലുള്ള നടപടിക്രമങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് 240ഓളം പേരെ പിടികൂടിയത്. അതിലും നിരവധി ഇത്തരത്തിൽ ഹമാസിൻ്റെ അന്നത്തെ ഒക്ടോബർ 7-ന് ആക്രമണം നടത്തിയവരിൽ ഉൾപ്പെടുന്നവരുണ്ടായിരുന്നു. ഇന്നും അവർ ഉൾപ്പെടുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള വിഷയം. ഇത്തരത്തിൽ അന്ന് ആക്രമണം നടത്തിയ മുഴുവൻ പേരെയും, അവരുടെ കൃത്യമായ എണ്ണം, അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട് എങ്കിൽ കൂടി അവരെ മുഴുവൻ പേരെയും പിടികൂടുമെന്ന് തന്നെയാണ്. ഇതിൽ നിന്നും ഒരു സന്ദേശം വളരെ കൃത്യമായി നൽകാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സന്ദേശം ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നം പരിഹരിക്കണം എന്ന കൃത്യമായ ഒരു അന്ത്യശാസനം ഡൊണാൾഡ് ട്രംപ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഹമാസും ഇസ്രയേലുമായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ, അതായത് അതിന് മീഡിയേറ്ററായി പ്രവർത്തിച്ചിരുന്ന ഈജിപ്തും ഖത്തറും വീണ്ടും ഇടപെടാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായി. അത്തരത്തിൽ ആ ഇടപെടൽ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടൊരു സാഹചര്യത്തിലാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും നമുക്കതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്, ഇനിയൊരു ആക്രമണത്തിനെ ഹമാസിനെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഹമാസിന് പ്രചോദനം നൽകുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കുക എന്ന കൃത്യമായ നടപടി തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് IS ഉൾപ്പെടെ അതിനുള്ളിലേക്ക് നുഴഞ്ഞേറിയ ഹമാസ് ഗാസയിലേക്ക്
നുഴഞ്ഞു കയറിയവരെ പിടികൂടാനുള്ള പിടികൂടിയ നീക്കങ്ങളെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം ഭീകരതയോട് നടത്തും, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന നിലപാട് ആവർത്തിക്കുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. അത് ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ തുടരുന്ന അദ്ദേഹം തുടർന്ന് ആ ശസ്ത്രക്രിയയുടെ വിശ്രമത്തിന് ശേഷം എന്താണ് തുടർ നടപടികളെന്ന് കൂടുതൽ അറിയാൻ സാധിക്കും. എന്തുതന്നെയായാലും ഇസ്രായേൽ ഹമാസ് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടാനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഈ അറസ്റ്റുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകുന്നൊരു സന്ദേശം കൂടിയാണത്. ഭീകരതയോട് മാപ്പില്ല എന്ന ഉറച്ച സന്ദേശം കൂടിയാണ്. വിനോദ്, ഭീകരതയോട് മാപ്പില്ല എന്നുള്ള ഉറച്ച സന്ദേശമാണ് ഇസ്രായേൽ മുമ്പോട്ട് വെക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. എന്തായാലും ഭാരതം ഒരു അഭിമാന നേട്ടത്തിനു കൂടി ഒരുങ്ങുകയാണ്. വീണ്ടും നിർണായക ദൗത്യവുമായി ISRO 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണമായ ഡോക്കിംഗ് പരീക്ഷണം ഇന്ന് നടക്കും. സ്പാറ്റെക്സ് എന്നാണ് ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. രാത്രി 9:58 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-60 കുതിച്ചുവരും. ഡോക്കിംഗ് പരീക്ഷണം വിജയമായാൽ ഈ സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഭാരതം മാറും. വീണ്ടും ഒരു അപകട വാർത്തയിലേക്ക് നമുക്ക് പോകാം. മലപ്പുറം വെള്ളിയങ്കോട്ട് വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥിനി മരിച്ചു. മലപ്പുറം മൊറയൂർ സ്വദേശിനി ഫാത്തിമ ഹിബ ആണ് മരിച്ചത്. ഒഴുകൂർ പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചായിരുന്നു അപകടം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ടൂറിസ്റ്റ് ബസ്സാണ്, സ്കൂളിൽ നിന്നും പോയ ടൂറിസ്റ്റ് ബസ്സാണോ? ഒരു കുട്ടി മരിച്ചിരിക്കുന്നു, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മൊറയൂർ ഭാഗത്ത് ആണ് ഒരു ഫ്ലൈ ഓവറിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണിയോടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ടൂർ പോവുകയായിരുന്നു. ഹിദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം സംഭവിക്കുമ്പോൾ ഈ ടൂറിസ്റ്റ് ബസ് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ആ പോസ്റ്റ് ഇടിച്ച ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിക്കും പരിക്കേറ്റു. ആ ഇരുന്നിരുന്ന വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരിച്ചത്. മറ്റു വിദ്യാർത്ഥികളെല്ലാം തന്നെ സുരക്ഷിതരാണ്. ഇവർ ടൂർ പോവുകയായിരുന്നു. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മറ്റു വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ പരിക്ക് ഇല്ല. വിനോദ്, അതെ ദേവിക, ഇപ്പോൾ ഈ സ്കൂളുകളിലെല്ലാം വിദ്യാർത്ഥികൾ ടൂർ പോകുന്ന ഒരു കാലയളവാണ്. നമ്മൾ ഈ പഠനകാലം, അതായത് ഒരു വർഷത്തെ പഠനകാലം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ടൂർ പോകുന്നു. അതിലൊക്കെ കൃത്യമായ മാനദണ്ഡം സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. പോകുന്ന കുട്ടികളുടെ ലിസ്റ്റൊക്കെ കൃത്യമായി ജില്ലയിൽ നൽകണം, DO ഓഫീസിലൊക്കെ നൽകണം. അതേപോലെ തന്നെ ഈ ബസ് രാത്രിയിൽ സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ കൃത്യമായ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പാലിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഡ്രൈവർ അവർക്ക് ഉറക്കക്ഷീണം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. എന്തായാലും ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ആ സ്കൂളിന് ഒന്നാകെ അത് വലിയ സങ്കടമായ വാർത്തയായി വരികയാണ്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി. ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം വീണ്ടും പ്രഹസനമാക്കി പോലീസ്. റിപ്പോർട്ട് നൽകിയത് പുറത്തുവന്ന ഭാഗങ്ങൾ ആര് എഴുതിയെന്നറിയുന്നതിൽ അന്വേഷണമില്ലാതെ. തുടരന്വേഷണം വേണമെങ്കിൽ വീണ്ടും പരാതി നൽകണമെന്ന വാദവും വിചിത്രമാണ്. വാസ്തവം പുറത്തു വന്നാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഭയന്നാണ് തുടരന്വേഷണ തീരുമാനം EP-ക്ക് വിടുന്നത്. വിവരങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനീഷ്, ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിലുണ്ടായ ഒരു വിവാദം, അതായത് ഈ ഒരു ആത്മകഥാ ഭാഗം പുറത്തു വന്നപ്പോൾ EP ജയരാജൻ ഉരുണ്ട് കളിക്കുകയാണ്, അല്ലെങ്കിൽ താൻ ഇത് എഴുതിയതല്ല, താനല്ല ഇതിന് പിന്നിലെന്ന് അറിയിക്കാൻ വേണ്ടി വ്യാജമായ ചില വാദങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്ന ഒരു വിവാദം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിവാദങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്കാണല്ലോ ഇപ്പോഴും വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു പരാതി ലഭിച്ചിട്ടില്ല. പരാതി കൂടുതൽ ശക്തമായാൽ മാത്രമേ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചില വിചിത്രവാദങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഇത്തരം ആദ്യമുണ്ടായ വിവാദം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും EP-യെ സംബന്ധിച്ചിടത്തോളം CPM-ന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു നേതാവാണ്. CPM-ന്റെ പല ഘട്ടങ്ങളിലും CPM പ്രതിസന്ധിയിലായിരിക്കുമ്പോഴൊക്കെ CPM-നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും EP ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുലുമാൽ സാധാരണഗതിയിൽ ഒപ്പിക്കാറുണ്ട്. അത് തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു ഗുലുമാലിലേക്ക് തന്നെയാണ് CPM-നെ ഇപ്പോൾ കൊണ്ട് EP-യുടെ ആത്മകഥ വിവാദം എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. EP ജയരാജൻ ആദ്യം മുതൽ പറയുന്നത് ഇത്തരത്തിലാണ്. താനല്ല ഇത്തരത്തിൽ ആത്മകഥ ഈ DC ബുക്സിന് നൽകിയത്. ഈ DC ബുക്സും
ബുക്സുമായി അത്തരത്തിലുള്ള ഒരു കരാർ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നൊക്കെ പല ഘട്ടങ്ങളിലായി EP വിശദീകരിച്ചതാണ്. പക്ഷേ DGPയുടെ നേതൃത്വത്തിൽ തന്റെ ആത്മകഥ പുറത്തു ചോർന്ന സാഹചര്യത്തിൽ DGPക്ക് ആദ്യഘട്ടത്തിൽ തന്നെ EP പരാതി നൽകി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതെ തന്നെ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം. ആ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് DC ബുക്സ് ആണ് ഈ ഒരു ആത്മകഥയുടെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടത്. പ്രസിദ്ധീകരണത്തിന് DC ബുക്കിന് നൽകി. പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയുള്ള DC ബുക്സിന്റെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പുറത്തു നൽകിയിരിക്കുന്നത് എന്നൊക്കെ അടക്കമുള്ള ചില അന്വേഷണങ്ങളുടെ ചില കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ നടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രസക്തം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് DC ബുക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്താതെ ഒരു ഇഴഞ്ഞ് നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെത്തുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ DGPക്ക് പരാതി നൽകി EP ജയരാജൻ. അതിൽ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്യാതെയുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനുശേഷം പോലീസ് ചില കണ്ടെത്തലുകൾ നടത്തുന്നു. ആ കണ്ടെത്തലുകൾ നടത്തിയതിനു ശേഷം പോലീസിന്റെ വാദം ഇത്തരത്തിലാണ്: ഇനി അടുത്ത കേസ് നൽകിയാൽ അല്ലെങ്കിൽ അടുത്ത പരാതി നൽകിയാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പോലീസിന്റെ വാദം. ഇതിന് പിന്നിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ EP തന്നെയായിരിക്കും ഈ ഒരു ആത്മകഥ DC ബുക്സിന് നൽകിയത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ആ ഘട്ടത്തിലേക്ക് എത്തിയാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് EP പല ഘട്ടങ്ങളിലും എന്തൊക്കെ പറയും എന്ന് ആർക്കും അത് മുൻകൂട്ടി കരുതാൻ പോലും സാധിക്കില്ല. ആ ഘട്ടത്തിൽ അങ്ങനെ പോയാൽ അത് പാർട്ടിക്ക് തലവേദനയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ദേവിക. വിനീഷ, മറ്റൊരു വാർത്ത കൂടി. നവീൻ ബാബു കേസിലും അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ടല്ലോ. പെരിയ കേസിൽ നീതി ലഭിച്ചത് CBI വന്നതുകൊണ്ട് മാത്രമെന്ന് പൊതുവികാരമുണ്ട്. സർക്കാർ തടസ്സം നിൽക്കുന്നത് സത്യം പുറത്തു വരാതിരിക്കാനാണ് എന്നും വിമർശനം ഉയരുന്നുണ്ടല്ലോ. വിനീഷ്, നമുക്കറിയാം പെരിയ കേസിൽ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ മുടക്കിയത്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസും CBIക്ക് വിടുന്നതിന് സർക്കാർ എതിര് നിൽക്കുകയാണ്. അപ്പോൾ പൊതുവികാരം CBI അന്വേഷണം വേണം എന്നുള്ളത് തന്നെയല്ലേ വിനീഷ്? തീർച്ചയായിട്ടും പെരിയ കേസും അത്തരത്തിലുള്ള ഒരു സമാനതകൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് പെരിയ കേസിന്റെ ആദ്യഘട്ടം മുതൽ നമുക്ക് അന്വേഷണം പരിശോധിക്കുമ്പോൾ ലോക്കൽ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ CPM നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമുണ്ടായി. വലിയ രീതിയിൽ വിവാദങ്ങളായ സാഹചര്യത്തിലാണ് ആ കേസ് CBIയിലേക്ക് എത്തുന്നത്. കേസ് CBIയിൽ എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അതിന്റെ വിധി വന്നിരിക്കുന്നത്. ആ വിധിയുടെ ഘട്ടങ്ങളിൽ പോലും അത് CPMന്റെ നേതാക്കൾക്കെതിരെയുള്ള വിമർശനങ്ങളായി, അല്ലെങ്കിൽ CPM നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന തരത്തിലേക്ക് കോടതി വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിന് സമാനമായ രീതിയിൽ ADM നവീൻ ബാബുവിന്റെ മരണത്തിലും കുടുംബം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലാണ്. ഈ ലോക്കൽ പോലീസിന്റെ ഒരു അന്വേഷണം നടന്നാൽ അത് യാതൊരു ഘട്ടത്തിലും CPM നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് ADMന്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണ്. ആ CBI അന്വേഷണം വേണമെന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് പെരിയ കൊലപാതകം പോലെ കേസ് അന്വേഷണം CBI ഏൽപ്പിക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിൽ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലാണ്. സർക്കാർ പക്ഷേ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് PP ദിവ്യ അടക്കമുള്ളവരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം വേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് സർക്കാർ നീങ്ങുന്നത്. അതേസമയം കുടുംബം ആവശ്യപ്പെടുന്നത് പെരിയ കൊലപാതകം അന്വേഷിച്ചതുപോലെ തന്നെ CBIയെ കൊണ്ട് ADM നവീൻ ബാബുവിന്റെയും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന നിലപാട് തന്നെയാണ് കുടുംബം വയ്ക്കുന്നത്. നമുക്കറിയാം ചില വിരുദ്ധതകൾ ചൂണ്ടിക്കാണിച്ച്, പ്രത്യേകിച്ച് നവീൻ ബാബു മരണപ്പെടുന്ന സമയത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൽ വീഴ്ചയുണ്ടായി. ഒപ്പം തന്നെ നവീൻ ബാബുവിന്റെ മരണപ്പെട്ട സമയത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും രണ്ടും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് പോലും സർക്കാർ പറയുന്നത്
യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള CBI അന്വേഷണത്തിന് ആവശ്യമില്ല. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതിലൂടെ CPM നേതാക്കളെ സംരക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരിയ കൊലപാതകം അന്വേഷിച്ചതിന് സമാനമായ രീതിയിൽ CBI അന്വേഷണവും ഈ ഒരു ADM നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് വേണം എന്ന ആവശ്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരും, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രേക്ഷകരും, അതായത് രമേശ് സദാനന്ദൻ ആചാരി, ജെയ്സൺ തുടങ്ങിയ പ്രേക്ഷകരും ഇത് CBI അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. വിനോദ്, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത്. തിരുവനന്തപുരം RCCയിൽ വനിതാ ജീവനക്കാരുടെ വസ്ത്രം മാറുന്ന മുറിയിൽ സഹപ്രവർത്തകൻ ഒളിക്യാമറ ഘടിപ്പിച്ചതായി പരാതി. മെഡിക്കൽ ലബോറട്ടറിയിലെ ജീവനക്കാരുടെ മുറിയിൽ പെൻ ക്യാമറ വഴി ജീവനക്കാരുടെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തി. അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടും RCC ഡയറക്ടർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും വനിതാ ജീവനക്കാർ. പരാതിയുടെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം RCC മെഡിക്കൽ ലബോറട്ടറിയിലെ സ്ത്രീകളുടെ വിശ്രമമുറിയിൽ സഹപ്രവർത്തകനായ സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് KR പെൻ ക്യാമറ സ്ഥാപിച്ചെന്നാണ് പരാതി. ഇതിലൂടെ 9 വനിതാ ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പെൻ ക്യാമറയിൽ പകർത്തി. പിന്നാലെ ഈ ദൃശ്യങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. താനാണ് പെൻ ക്യാമറ വഴി ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് രാജേഷ് തുറന്നു സമ്മതിച്ചുവെന്നും ജീവനക്കാർ പറയുന്നു. വനിതാ ജീവനക്കാർ RCC ഡയറക്ടർക്കും ഇന്റേണൽ കമ്മിറ്റിക്ക് മുന്നിലും പരാതി നൽകി. എന്നാൽ 3 മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. പെൻ ക്യാമറ സ്ഥാപിച്ച രാജേഷ് തുടർച്ചയായി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വ്യക്തിയെന്നും പരാതിയിലുണ്ട്. സംഭവം ഒതുക്കിത്തെറിക്കാൻ ആരോപണ വിധേയനെ ലാബിൽ നിന്ന് ക്യാഷ് കൗണ്ടറിലേക്ക് സ്ഥലം മാറ്റിയ RCC ഡയറക്ടറുടെ നടപടി വിചിത്രമെന്നാണ് ആക്ഷേപം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ പോലും വനിതാ ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഇല്ലെന്നത് ഏറെ ഖേദകരമെന്നും പരാതിക്കാർ പറയുന്നു. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്നും ബീഹാറിലേക്ക് പോയത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാർത്തയിലേക്ക് വരാം. മലയാളക്കരയെ നെഞ്ചോട് ചേർത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ഇന്നലെ കൊച്ചിയിൽ ഔദ്യോഗികമായി ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷമാണ് ഗവർണറുടെ മടക്കം. പിണറായി സർക്കാരിൻ്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും സന്ധിയില്ലാ പോരാട്ടം നടത്തിയ ആരിഫ് മുഹമ്മദ് ഖാന് വീരോചിതമായ യാത്രയപ്പാണ് കേരള ജനത നൽകിയത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇത്ര ജനകീയനായ ഒരു ഗവർണർ, പ്രതിപക്ഷ നേതാവിനെ പോലെ എല്ലാ തെറ്റുകളും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന വളരെ തൻ്റെ ഇടമുള്ള ഒരു ഗവർണർ എന്നുള്ള നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സാധാരണക്കാർ പോലും വിശേഷിപ്പിക്കുക. അദ്ദേഹത്തിന് സർക്കാർ ഔദ്യോഗിക യാത്രയപ്പൊന്നും നൽകിയില്ല എങ്കിൽ പോലും ജനങ്ങളുടെ ഒരു യാത്രയപ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവർ ആ നിലയിൽ തന്നെ അദ്ദേഹത്തിന് ആദരവ് നൽകി. ഇന്നലെയാണ് അദ്ദേഹം ഔദ്യോഗികമായി രാജ്ഭവനിൽ നിന്നും യാത്രയായത്. പിന്നീട് കൊച്ചിയിലെത്തി ഉപരാഷ്ട്രപതിയെ കൂടി സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹം കേരളത്തെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ബീഹാറിൻ്റെ ഗവർണറായി അദ്ദേഹം മടങ്ങിയത്. കൂടുതൽ വിവരങ്ങൾ ടിൻഡു. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനെതിരെ സന്ധിയില്ലാതെ പോരാടിയ ഒരു ഗവർണർ തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി ഇന്നലെ കേരളം വിട്ടു. ഇന്നലെ രാജ്ഭവനിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും രാജ്ഭവനിലെ ജീവനക്കാരുമാണ് അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയത് ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മാത്രമാണ് എത്തിയിരുന്നത്. പക്ഷേ എന്നിരുന്നാലും സംസ്ഥാനത്ത് ഇത്രയധികം ജനകീയ വിഷയങ്ങൾ ഇടപെട്ട ഒരു ഗവർണർ സമീപകാലത്തുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി തന്നെ അദ്ദേഹം ഇടപെട്ട് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിൽ സജീവമായിട്ട് അദ്ദേഹത്തിന് ഇടപെടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവരുടെ വീടുകളിൽ എത്തി നേരിട്ട് അവർക്ക് ആശ്വാസം പകരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആമേഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ അവസാനമായി നീതി നിഷേധിക്കപ്പെട്ട അമ്മു സജീവന്റെ വീട്ടിലാണെങ്കിലും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരുടെ ക്രൂര ആക്രമണത്തിന് ഇരയായി മരിക്കപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീട്ടിലും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഓരോ ആളുകളുടെ വീട്ടിലും ചെന്ന് അവർക്ക് വളരെ ആശ്വാസം പകരുകയും അവരോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്ത ഒരു ഗവർണർ ആയിരുന്നു നമ്മൾ കണ്ടത്. സമീപകാലത്ത് അത്തരത്തിലൊരു ജനകീയനായിട്ടുള്ള
ഒരു ഗവർണർ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. ഒരു പക്ഷേ സിദ്ധാർത്ഥിന്റെ കേസിലാണെങ്കിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ വെറ്ററിനറി സർവകലാശാലയിലെ നിയമനങ്ങളിലും അതോടൊപ്പം തന്നെ വെറ്ററിനറി സർവകലാശാലയിലെ ഡീനും അതോടൊപ്പം തന്നെ VC ഒക്കെ എതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാനും ഒക്കെ ഗവർണറിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂടെ എപ്പോഴും ഗവർണറുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് പറയേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതമാണ്. അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിന്റെ പല ഇത്തരത്തിലുള്ള ഇടപെടലുകളിലും വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവർണറിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള കണ്ണൂർ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ ഒരുപക്ഷെ ആ കാലയളവിന് മുന്നേ ഇത്തരത്തിൽ കേരളത്തിൽ ഒരു സർവകലാശാലകളിലെ VCയെ നിയമിക്കുന്നതും സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിക്കുന്നതും ഒക്കെ ഒരു സാധാരണക്കാരന് അറിയാവുന്ന വിഷയമായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജനങ്ങൾക്ക് അറിയാവുന്ന വിഷയമായിരുന്നു. പക്ഷെ ആ വിഷയങ്ങളിൽ പോലും അദ്ദേഹം എടുത്ത ആ നിലപാടാണ് ഒരുപക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇത്രയും ജനകീയനാക്കിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കാൻ കഴിഞ്ഞു. മലയാളികളോട് മലയാളത്തിൽ തന്നെ ആശംസകൾ അറിയിച്ചു. ഏറ്റവും ധീരനായ ഒരു ഗവർണർ എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും വിനോദ്. കാരണം SFIയുടെ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ SFI വെല്ലുവിളിച്ച സമയം മിഠായി തെരുവിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന ഒരു ഗവർണർ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 5 വർഷത്തിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നത് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയാണ്. സംസ്ഥാനവുമായി ബന്ധം തുടരുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോഴും കേരളം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു കുടുംബാംഗമാണ് ഇന്നലെ യാത്ര പറഞ്ഞത്. കേരളത്തിലെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലെത്തിയത്. മലയാളത്തിൽ സന്ദേശവും നൽകി ആശംസകളും സ്വീകരിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. കേരള ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. Kerala has a very, very, very special place now in my heart and my feelings. My association with Kerala is not going to come to an end. It is a lifelong bond now. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിടവാങ്ങൽ സന്ദേശമാണിത്. മലയാള ഭാഷയെ നെഞ്ചോട് ചേർത്ത് കേരളത്തോട് പറഞ്ഞ വാക്കുകൾ. ഗവർണർ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ സാധിച്ചത് ഗവർണർ ഓർത്തെടുത്തു. കേരളം നൽകിയ സ്നേഹവും കരുതലും വിശ്വാസവും തന്റെ ജീവിതത്തെ സമ്പന്നമാക്കിയെന്നും ഗവർണർ പറഞ്ഞു. And I am extremely, extremely, extremely thankful and full of gratitude for all the love, affection, support which people have given me here. Thank you very much. അതെ, കൃത്യമായ ഓർമ്മയും ചാരിതാർത്ഥ്യവും മനസ്സിൽ പേറിയാണ് ഗവർണറെ രാജ്ഭവൻ യാത്രയാക്കിയത്. ആ യാത്ര പറച്ചിലിൽ എവിടെയൊക്കെയോ ഗവർണറുടെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം നിന്നവരെയും തന്നെ ഈ 5 വർഷം സുരക്ഷിതമായി നോക്കിയവരെയും തോളിൽ തട്ടി യാത്ര പറഞ്ഞു. ചെറിയ കുട്ടികൾക്ക് മുത്തശ്ശനായി, നാട്ടിലെ പെൺകുട്ടികൾക്ക് കരുതലായി, അമ്മമാർക്ക് കരുത്തായി, അഭയം തേടി വരുന്നവർക്ക് മുൻപിൽ എന്നും കേൾവിക്കാരനായി. അതെ, നീതിക്കൊപ്പം നാടിനൊപ്പം നിന്ന ആ ഭരണത്തലവൻ ഇനി ബീഹാറിലാണ്. കൈകൂപ്പി യാത്രയാക്കിയവരുടെ ഇടയിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടന്നകന്നു. ജനം, തിരുവനന്തപുരം. അതെ, ജനകീയനായ ഗവർണർ എന്ന് വിശേഷിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ശാലിനിയുടെ നല്ല റിപ്പോർട്ടായിരുന്നു. നമുക്ക് മറ്റൊരു സന്തോഷകരമായ വാർത്ത കൂടി ഈ നിമിഷം പങ്കുവെക്കാം. വിഖ്യാത എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ 2ാം ഊഴം ഉടൻ സിനിമയാകുമെന്ന് മകൾ അശ്വതി ശ്രീകാന്ത്. 2025 ആദ്യവാരം തന്നെ സംവിധായകനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും. സിനിമ സംവിധാനം ചെയ്യുക മണിരത്നം ശുപാർശ ചെയ്ത സംവിധായകൻ ആയിരിക്കും. MD ആഗ്രഹിച്ചതുപോലെ 2 ഭാഗങ്ങളിലായിട്ടായിരിക്കും ചിത്രം ഒരുക്കുക. 2ാം ഊഴം സിനിമയാക്കുക എന്നത് MTയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നീക്കത്തിലാണ് കുടുംബം. പാൻ ഇന്ത്യൻ സിനിമയായി വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും സിനിമ നിർമ്മിക്കുക. പ്രശസ്ത സംവിധായകനാണ് MT ആഗ്രഹിച്ചതുപോലെ 2 ഭാഗങ്ങളിലായി ചിത്രം ഒരുക്കുക. ഈ മാസം MT തന്നെ സംവിധായകനെ സംബന്ധിച്ച് പ്രഖ്യാപിക്കാനിരിക്കവെയായിരുന്നു അസുഖം മൂർച്ഛിച്ചതും MT ഈ ലോകത്തോട് വിട പറഞ്ഞതും. പ്രശസ്ത സംവിധായകൻ മണിരത്നം തന്നെ 2ാം ഊഴം സംവിധാനം ചെയ്യണമെന്നായിരുന്നു MT ആഗ്രഹിച്ചിരുന്നത്.
തനിക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് പറഞ്ഞ് മണിരത്നം തന്നെ പിന്മാറുകയായിരുന്നു. എന്നാൽ നിലവിൽ 2ാം ഊഴം സംവിധാനം ചെയ്യാനെത്തുന്ന സംവിധായകനെ MTക്ക് ശുപാർശ ചെയ്തതും മണിരത്നം തന്നെയാണ്. മോഹൻലാലിനെ നായകനാക്കി 2ാം ഊഴത്തിന്റെ തിരക്കഥ മലയാളത്തിലും ഇംഗ്ലീഷിലും വർഷങ്ങൾക്ക് മുൻപേ MT പൂർത്തിയാക്കിയിരുന്നു. സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി കരാർ ഒപ്പിട്ടിരുന്നെങ്കിലും സിനിമയുടെ നിർമ്മാണം നീണ്ടുപോയതോടെ കോടതി നടപടിയിലൂടെ കരാർ റദ്ദാക്കിയിരുന്നു. MTയുടെ മകൾ ഉൾപ്പെടെ അംഗങ്ങളായിട്ടുള്ള മനോരഥങ്ങൾ എന്ന നിർമ്മാണ കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുക. ജനം, കോഴിക്കോട്. ഇടുക്കി മുളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അമീറിന്റെ വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായി. മൃതദേഹം മുളരിങ്ങാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയാണ്. കാട്ടാനയാക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപുരം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലാണ്. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, UDFന്റെയും LDFന്റെയും BJPയുടെയും ഹർത്താൽ ഇന്ന് അവിടെ വണ്ണപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹർത്താൽ ഇന്ന് പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട യുവാവിന്റെ അവസാന പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മുളരിങ്ങാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. 8:30 സംസ്കാരം എന്ന് പറഞ്ഞിരുന്നെങ്കിലും വൈകുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ? ഈ സംസ്കാര മിനിറ്റോളം അതിലെ താമസമെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ അമറിനെ ഒന്ന് കാണുന്നതിനായി ഈ നാടൊന്നാകെ ആ വീട്ടിലേക്ക് ഒന്നിച്ചെത്തിയിരുന്നു. ആ ജനബാഹുല്യത്തിന്റെ ആ ഒരു വിമർശനം അത്രത്തോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ചടങ്ങുകൾ വൈകാനുണ്ടായ ഒരു ഇട വന്നത്. എന്തായാലും വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ ഒരു അമറിന്റെ ഖബർ നിലവിൽ ജമാഅത്ത് പള്ളിയിലേക്ക് നിലവിൽ എത്തിച്ചിട്ടുണ്ട്. മുളരിങ്ങാട് ജമാഅത്ത് പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി പള്ളിക്കുള്ളിൽ പ്രാർത്ഥനകളുണ്ട്. അതിനുശേഷം 9 മണിയോടുകൂടി ഈ ഖബറടക്കം നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു നാടിനാകെ പ്രിയപ്പെട്ട ആ ഒരു യുവാവായിരുന്നു അമർ എന്നുള്ളത് ഇവിടെ എത്തിയ ആ ഒരു ജനസഞ്ചയത്തിന് തന്നെ വ്യക്തമാണ്. ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ ഈ നാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ഊർജ്ജസ്വലനായി ഉണ്ടായിരുന്ന ഒരു യുവാവാണ് അമർ. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്കെല്ലാം തന്നെ അമറിനെ അത്രത്തോളം പ്രിയപ്പെട്ടവനാക്കിയതും. എല്ലാ കാര്യത്തിലും എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു 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 വലിയ ശക്തി എന്നോണം അമർ ഉണ്ടാവും. നാടുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ അമർ ഉണ്ടാവും. അത്തരത്തിൽ അമർ ഇവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ അമറിന്റെ അകാലത്തിലുള്ളൊരു വിയോഗം അത് ഇവിടെയുള്ള ഈ നാട്ടുകാരെ സംബന്ധിച്ച് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. പ്രധാനമായും ഇത്തരത്തിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് അല്ലെങ്കിൽ കാര്യം എന്നുള്ളത് ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചകളാണ് അമറിന്റെ ആ ഒരു മരണത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ്. അത് വനം വകുപ്പ് അതിന്റെ ഉത്തരവാദിത്വം പറയണമെന്നുള്ള കാര്യം തന്നെ അവർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശത്ത് വനംവകുപ്പിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. കൂടാതെ ഈ കാട്ടാന ശല്യം തടയുന്നതിനുള്ള തന്നെ ക്രമീകരണങ്ങളൊന്നും തന്നെ ഒരുക്കാനും വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. പലപ്പോഴും ഈ പൊടുന്നനെ പോയി ഈ കാട്ടാന കൂട്ടത്തിന്റെ അല്ലെങ്കിൽ കാട്ടാനകളുടെ മുന്നിൽ ആളുകൾ പെടുന്ന സാഹചര്യം, അതിനുശേഷം തലനാരിഴയ്ക്ക് മേഖലയിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുന്ന സാഹചര്യം, അത്തരത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ വരെ ആനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ വരെ ഇവിടെയുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ ആനകളുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രകോപനകരമായ രീതിയിലുള്ള ഒരു സമീപനം ആനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ആനകൾ പ്രകോപിതരായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ കഴിഞ്ഞ ഏതാനും നാളുകളായാണ് ഇത്തരത്തിൽ ഈ ഒരു കാട്ടാന കൂടുതൽ പ്രകോപിതരാകുന്നതും ഈ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വന്ന് തുടങ്ങിയതും എന്നുള്ളതാണ്. ഏകദേശം ഒരു 6 വർഷത്തോളമായത് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം ഈ മുള്ളരിങ്ങാട് മേഖല കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം കടന്നു വരാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ വനം വകുപ്പിനോടുമായി ബന്ധപ്പെടുകയും ഈ ഫെൻസിംഗ് സ്ഥാപിക്കണം, ജന്തു സ്ഥാപിക്കണം നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ വനം വകുപ്പ് അതിലൊരു കൃത്യമായ ഇടപെടൽ തന്നെയാണ്. മുളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമീറിന്റെ വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം മുളരിങ്ങാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയാണ്. 9 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ 8:30 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം വന്നതുകൊണ്ട് തന്നെ കൂടുതൽ വൈകുന്നൊരു സാഹചര്യമുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപുരം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലാണ്. UDFും LDFും BJPയുമാണ് ഹർത്താൽ നടത്തുന്നത്. സുബിൻ തോമസ് ആണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സിനിമ നീലക്കുയിൽ നാടകമായി പ്രേക്ഷകരിലേക്ക് എത്തി. നീലക്കുയിലിൻ്റെ 70ാം വാർഷികത്തിലാണ് സിനിമ നാടകമാകുന്നത്. മൺമറഞ്ഞുപോയ കലാകാരന്മാരെ സ്മരിച്ച് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നീലക്കുയിൽ ഒരിക്കൽ കൂടി വിസ്മയം തീർത്തു. വേദിയെ സമ്പന്നമാക്കുന്ന കലയുടെ മിന്നലോളങ്ങൾ വീണ്ടും പകർന്ന് നാടക കലാകാരന്മാർ. എനിക്ക് ഉറങ്ങാനാവുന്നില്ല.
ഉറങ്ങാൻ അനുവദിക്കാത്ത എൻ്റെ ഇരുണ്ട മനസ്സ് വളരെ ടച്ചിങ് ആയിട്ട് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്ത തരത്തിലാണ് നാടകം അവതരിപ്പിക്കപ്പെട്ടത്. വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആ കഠിന പരിശ്രമത്തിന് കിട്ടിയ ഒരു അംഗീകാരം, ഏറ്റവും വലിയ അംഗീകാരം അതുതന്നെയാണ്. അസാധാരണമായ അഭിനയ വൈഭവം, സംഗീതമേഘങ്ങൾ, കണ്ണീരിന്റെ തിളക്കത്തിൽ കോരിത്തെരിപ്പിച്ച ചില നിമിഷങ്ങൾ, അരങ്ങിലെ ഓരോ നിമിഷവും ഒരേ സമയം പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അവിസ്മരണീയ അഭിനയം. ഒരു ബാലന്റെ ക്യാരക്ടർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു കൊച്ചുകുട്ടീൻ്റെ ഈ അവസ്ഥ ഈ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ആ വിഷമത്തിന് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ഫീലിങ്സ് വേണത്. ആ ഫീലിങ്സിലാണ് ഇപ്പം ഞാൻ ചെയ്യണത്. ചെയ്തതിൽ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേക്ഷക മണ്ഡലത്തിൽ കലാരസികർ നിറഞ്ഞു കവിഞ്ഞു. നീലക്കുയിൽ എന്ന സാംസ്കാരിക ക്ലാസിന്റെ ഗാനം വേദിയിൽ ജീവിതമാക്കി തീർത്ത നാടക കലാകാരന്മാരുടെ പ്രകടനത്തിന് കരഘോഷങ്ങളുടെ തോരാത്ത പെരുമഴയായിരുന്നു. ഒരു പത്തായവും അതിൽ പകുതി നെല്ലും. ഇങ്ങനെ പോയാ എന്റെ കണ്ണടയും മുമ്പ് ഈ തറവാട് കൂടി അനാധീനായി പോകുന്ന എന്റെ പേടി. നല്ല നാടകമാണ്. പഴയ ഫീലിംഗ് അല്ലേ, നന്നായിട്ടുണ്ട്. നല്ല നാടകമായിരുന്നു, ഇഷ്ടമായി. ജീവിക്കായിരുന്നു, നാടകമല്ല ജീവിതമായിരുന്നു. അന്നത്തെ നീലക്കുയിൽ അതേപടി അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ എന്ന് തന്നെ പറയാം, അതിഗംഭീരമായിരുന്നു. നീലക്കുയിലിന്റെ സംഗീതവും കഥയും ഓർമ്മിപ്പിച്ച് നാടക കലാകാരന്മാർ കലയുടെ മഹത്വം വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മറ്റൊരു നാടകവേദി ഇവർ കീഴടക്കുമെന്ന് തീർച്ച. ജനം, തിരുവനന്തപുരം. ഒരു സിനിമ നാടകമായി വന്നതിൻ്റെ ഒരുപാട് ഓർമ്മകൾ കൂടി ഒരു അവസരത്തിൽ കടന്നു പോവുകയാണ്. കേരളത്തിലെ പരമ്പരാഗത മ്യൂറൽ ചിത്രകല ക്യാൻവാസിൽ പകർത്തി വിസ്മയം തീർക്കുകയാണ് ഒരു കൂട്ടം കലാപ്രതിഭകൾ. പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ച് ക്യാൻവാസിൽ വരച്ച ദേവീദേവന്മാരുടെ മ്യൂറൽ പെയിന്റിങ്ങുകളുടെ പ്രദർശനം ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ്. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ഒരു കൂട്ടം ചിത്രകാരന്മാരും ചിത്രകാരികളും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. രാജകൊട്ടാരങ്ങളിലും ക്ഷേത്രചുവരുകളിലും മാത്രം സ്ഥാനം പിടിച്ചിരുന്ന കേരളത്തിന്റെ പരമ്പരാഗത ചിത്രകലയാണ് മ്യൂറൽ ചിത്രങ്ങൾ. വിശാലമായ ചുവരുകൾക്കപ്പുറം മ്യൂറൽ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തി അതിന്റെ പ്രൗഢിയും ഗാംഭീര്യവും എവിടെയും എത്തിക്കുകയാണ് കലാകാരന്മാർ. അങ്ങനെയുള്ള ഒരു കൂട്ടം ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. മുൻ മന്ത്രി ജി സുധാകരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഈ മ്യൂറൽ പെയിന്റിങ്സിന് ഇതൊരടിസ്ഥാന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നൈമിഷികമായ ഒരു സുഖം തരുന്നതല്ല ഇത്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കലയാണിത്. മലയാളികളുടെ ആദിമ കലകളിലൊന്നാണ്. ആദിമ മനുഷ്യൻ കരിങ്കൽ ഭിത്തികളിലോ എവിടെയൊക്കെ വരകളൊക്കെ വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കലകളുടെ ആദ്യ മാതൃക ഈ മ്യൂറലുകളാണെങ്കിൽ സാഹിത്യത്തിലെ ആദ്യത്തേത് കവിതയാണ്. കവിതയിൽ നിന്നാണ് പിന്നെ സാഹിത്യം, ഗദ്യമൊക്കെ ഉണ്ടായത് പിന്നീടാണ്. അപ്പോൾ വരകളുടെ ഈ ലോകവും കവിതയുടെ ലോകവും ഈ രണ്ട് കാര്യത്തിലും കേരളം സമ്പന്നമാണ്. 5 വർണ്ണങ്ങൾ കൊണ്ട് മാത്രം മനോഹരമാക്കിയ ചിത്രങ്ങൾ. കൃഷ്ണൻ, അയ്യപ്പൻ, ഗണപതി, ബാലമുരുകൻ, സന്താനഗോപാലം, ഗീതോപദേശം തുടങ്ങി 48 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ആദ്യത്തെ ഒരു എക്സിബിഷൻ ആയതുകൊണ്ട് നമ്മൾ മോഡേണിസത്തിലേക്ക് കടക്കാതെ പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് മാത്രം 5 വർണ്ണങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രമുള്ള ഏതാനും ദേവീ ദേവതകളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അയ്യപ്പനുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ ഇത് അർദ്ധനാരീശ്വരനാണ്, അതേപോലെ തന്നെ ശങ്കരനാരായണനുണ്ട്. പിന്നെ അധികം കാണാതെ ഉള്ളതാണ് മുതലപ്പുറത്തിരിക്കുന്ന ഗംഗാദേവിൻ്റെ ഉണ്ട്, പിന്നെ കെട്ടുകാഴ്ചയുടെ ഉണ്ട്, നാഗരാജാവുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ദേവീ ദേവതകളെയും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പ്രദർശനം ജനുവരി 5 സമാപിക്കും.
ആലപ്പുഴ. പുത്തൻപുലരുടെ സമയം അവസാനിക്കുകയാണ്. എന്നാൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സുമായി എം നിഖിൽ കുമാർ ചേരും. നമസ്തേ.